വേദിയിലെ മാനനീയ പ്രമുഖരെ, ആരാധ്യരായ ഭക്തജനങ്ങൾ, ഈ ദിവ്യക്ഷേത്ര സന്നിധിയിൽ ഭഗവത് കാര്യാർത്ഥം ഒത്തുചേർന്ന നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങും. മുരളിയേട്ടൻ പറഞ്ഞതുപോലെ എരഞ്ഞമണ്ണക്കാരുടെ സ്വന്തം തേവരുടെ പിറന്നാളിന് നിങ്ങളോടൊപ്പം എനിക്കും പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ സന്തോഷം ആദ്യം വെളിപ്പെടുത്തട്ടെ. ഒരു പിറന്നാളിൻ്റെ ആഘോഷത്തിൽ, ആരവത്തിൽ, അതും സ്വന്തം തേവര, സ്വന്തം കുടുംബത്തെ ആരവാണ് എന്നുള്ള ഭാവത്തിലാണ് ഓരോരുത്തരും. അങ്ങനെ ഒരു സമയത്ത് അതെങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ വലിയ യമണ്ടൻ കാര്യങ്ങളൊക്കെ ഇപ്പം അങ്ങ് കേട്ടളയാം എന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് അതിനല്ലേ പറ്റുക, അല്ലേ? ഈ ലോകത്തുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് എവിടെയാണ് ചിന്തിക്കാൻ നേരം? നമുക്ക് എവിടെയാണ്? കാരണം നമ്മളെ വീട്ടിലൊരു പരിപാടിയാണ്, അത് എത്രത്തോളം ഭംഗിയാക്കാം, അല്ലേ? ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എങ്ങനെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒരുക്കഴിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് അവിടെ വലിയ പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തകർപ്പം പ്രഭാഷണം നടത്തുന്ന മുരളിയേട്ടൻ വരെ അവിടെ പിന്മാറി. കാരണം മുരളിയേട്ടൻ അറിയാം ഈ നാട്ടുകാരെന്താ ആഗ്രഹിക്കണമെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങളല്ല, നിങ്ങളെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആഘോഷത്തിലാണ്, ആരവത്തിലാണ്, അതിൻ്റെ ആനന്ദത്തിലുമാണ്. അതുകൊണ്ടാണ് സാമാന്യേന, അല്ലേ, എല്ലാ വേദിയിലും നന്നായി പ്രസംഗിക്കുന്ന ആളാണ് മുരളിയേട്ടൻ. അപ്പോൾ മുരളിയേട്ടൻ ആയുധം വെച്ച് കീഴടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യുക എന്നുള്ള, സ്വന്തം നാട്ടുകാരൻ ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞു നിങ്ങൾക്ക് മുന്നിൽ. അപ്പം ഇനിയിപ്പോൾ ഞാനെന്താ വേണ്ട എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ഇന്ന് നമ്മൾ ക്ഷേത്രത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ആഘോഷങ്ങളും ആർഭാടങ്ങളും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ആചാരപരമായ കാര്യങ്ങളും മാത്രം പോരാ, മറിച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ വേണം എന്നുള്ളത് ഏകദേശം ഒരു 100ഓളം വർഷമായിട്ട്, അല്ലെങ്കിൽ ഒരു 100ലധികം വർഷമായിട്ട് നമ്മൾ ഗൗരവമായി ചിന്തിച്ച് അത് നടപ്പാക്കിക്കൊണ്ടുവരും. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനും അങ്ങനെ മഹാത്മാ അയ്യങ്കാളിയും ശുഭാനന്ദ ഗുരുദേവനും അങ്ങനെയുള്ള നമ്മുടെ ആചാര്യന്മാരുടെയൊക്കെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ ആഘോഷങ്ങൾക്കൊപ്പം ഇങ്ങനെ എന്തെങ്കിലും ചിലത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ, ഒന്ന് അറിയാൻ, ഒരു ചെറിയ കുറച്ച് സമയമെങ്കിലും മാറ്റിവെക്കണം എന്നുള്ളൊരു രീതി വന്നത് ഒരു 100ലധികം കൊല്ലമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ തുടങ്ങിയത്? അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ അല്ലെങ്കിൽ വേദം മുതൽക്ക് ഇങ്ങോട്ടുള്ള നമ്മുടെ ആ പാരമ്പര്യ കൃതികളിലേക്ക് നമ്മൾ നോക്കിയാലും അതാണല്ലോ നമ്മുടെ ചരിത്രം. ഈ നാടിൻ്റെ ചരിത്രം അതാണ് സനാതന ധർമ്മത്തിൻ്റെ, ശരിക്കും പറഞ്ഞാൽ ചരിത്രവും നമ്മുടെ സ്വഭാവവും എല്ലാം അതിൽ നിന്നാണ് നമുക്ക് വ്യത്യാസമാണ്. അപ്പോൾ അവിടെ വളരെ കുറച്ച് സന്ദർഭങ്ങളിലാണ് ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണ സന്ദർഭങ്ങൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അതിന് എടുത്തു പറയും, ഇന്നയാളുടെ ഉപദേശം ഇന്നത്, അല്ലെ? ഒരു ഗീതോപദേശം നമുക്ക് മഹാഭാരതം എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിനകത്ത് ഉള്ളിലെ ഒരു ഇത്തിരി ഭാഗത്ത്, അല്ലെ, ഭഗവാന്റെ ഉപദേശം, ഗീതോപദേശം ഒരു ഇത്തിരി ബൃഹത്തായ ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറഞ്ഞത്. 100,000-ലധികം ശ്ലോകങ്ങളൊക്കെ ഉള്ള അതിനകത്ത് വെറും 700 ശ്ലോകങ്ങളിൽ ഒതുക്കി ഭഗവാന്റെ ഉപദേശം, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആവശ്യമായ ഉപദേശങ്ങളാണ് വെറും 700 ശ്ലോകത്തിനകത്ത്. ആ 700 തന്നെ മുഴുവൻ ഉപദേശമല്ല, കുറെ അർജുനന്റെ സംശയമാണ്, അല്ലേ? കുറെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറെ മറ്റെന്താന്നാ പറയണ്ടേ, എന്താണെന്നുള്ള ധർമ്മന്റെ ചോദ്യമായിരിക്കാം, ധൃതരാഷ്ട്രന്റെ ചോദ്യമായിരിക്കാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ചേറിപ്പാറ്റി കളഞ്ഞാൽ ഉപദേശം എന്ന് പറയാവുന്ന അത്രയില്ല. 700 ശ്ലോകം മുഴുവൻ ഉപദേശമില്ല, വളരെ കുറച്ച് ശ്ലോകങ്ങളെയാണ് ഉപദേശം വന്നത്. അങ്ങനെ രാമായണത്തിൽ നോക്കിയാലും മഹാഭാരതത്തിൽ നോക്കിയാലും ഒക്കെ ഈ ഉപദേശം കൊടുക്കുന്ന സന്ദർഭങ്ങൾ വളരെ വളരെ വിരളമാണ്. ഈ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു, നിശ്ചയില്ല, അല്ലേ? അങ്ങനെ വലിയ വലിയ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഭാഗവത സപ്താഹത്തെ പറ്റിയാണ് അത്തരത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. അതല്ലാതെ അങ്ങനെ ഒരു സ്വഭാവം പ്രായേണ നമുക്ക് കാര്യമായി ഉണ്ടായിട്ടില്ല. അവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിൽ കവിഞ്ഞാൽ അത് പ്രായേണ നമ്മുടെ ഒരു സ്വഭാവമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണുന്നത്. പക്ഷെ ഇന്ന് നമുക്കതൊരു സ്വഭാവമാക്കിയാൽ കൊള്ളാം. കഴിഞ്ഞ ഒരു 100 വർഷമായിട്ട് ഇത് നമ്മുടെ ഒരു സ്വഭാവമാക്കിയാൽ കൊള്ളാം എന്ന നിലയിൽ എല്ലാവരും അത്യധ്വാനം ചെയ്യുന്നു. ക്ഷേത്ര ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് ആധ്യാത്മികമായ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായ ക്ലാസ്സുകൾ നടത്തിയാൽ കൊള്ളാം. ഇത് ഗീതാ ക്ലാസ് ആകാം,
അല്ലേ? അത് മതപാഠശാലയാകാം, അത് ബാലഗോകുലമാകാം, അതെന്തുമാകാം. പക്ഷേ കുറച്ച് സമയമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത്തിരി നേരം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാൽ കൊള്ളാം. അപ്പോൾ ഇതെന്തേ നമ്മൾ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. കാരണം ഇതൊന്നും നമ്മുടെ പഴംപുരാണങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പലരും പറയണ്ടാവും ഇങ്ങനെ നമ്മളിതൊക്കെ പഠിച്ചിട്ടാണോ വളർന്നത് എന്നത്. അതെന്താ, നമുക്ക് പഠിക്കാനൊന്നും ഇല്ലേ? ഇത്രയും സമ്പത്ത്, അറിവിന്റെ കാര്യത്തിൽ ജ്ഞാനസമ്പത്ത് ഇത്രയുമുള്ളൊരു ധർമ്മം ലോകത്തെ എവിടെയും തിരഞ്ഞാൽ കാണും. വേദങ്ങൾ തൊട്ടിങ്ങോട്ട്, വേദം എന്നുള്ള വാക്കിന് തന്നെ അറിവെന്നാണ് അർത്ഥം, അല്ലെ? വേദങ്ങൾ തൊട്ടിങ്ങോട്ട് നമ്മൾ കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. ഒന്നിനെ പറ്റി ചിന്തിക്കാതിരുന്നിട്ടില്ല. അതും വെറും സാധാരണ ചിന്തയൊന്നുമല്ല. ഇത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും, അല്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തോളണം, അങ്ങനെ ചെയ്താൽ ഇന്ന ഫലമുണ്ട്, ഇങ്ങനെ ചെയ്താൽ ഇന്ന ദോഷമുണ്ട്. ഇങ്ങനെ ഒരു ഗുണദോഷ വിമർശനമൊന്നുമല്ല അവിടെ നമ്മുടെ കയ്യിലുള്ളത്. വളരെ ഗഹനമായ, ഇന്നും നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള ഗഹനമായ, വളരെ ആഴത്തിൽ പോയിട്ടുള്ള പഠനങ്ങളാണ് നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയുള്ളത്. എന്നിട്ട് നമുക്കതൊന്നും പഠിക്കുകയും വേണ്ട, പഠിപ്പിക്കുകയും വേണ്ട. മറ്റെല്ലാവരും, ഒരു പക്ഷെ ലോകത്തെ ഏത് മതവിഭാഗം എടുത്തു നോക്കിയാലും അവരെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ മതം പഠിക്കുക എന്നുള്ളതാണ്. മതം പഠിക്കാതെ അവരിൽ ഒരാൾക്കും വലുതായി വരാൻ സാധ്യത. ലോകത്തെ എല്ലാ മതങ്ങളുടെയും അവസ്ഥയാണ്. ഇസ്ലാമിക സമൂഹത്തിന് മദർസയാകാം, ക്രൈസ്തവ സമൂഹത്തിന് സൺഡേ സ്കൂളാകാം, അല്ലേ? എല്ലാവർക്കും കൃത്യമായ പഠനം ആവശ്യമാണ്. നമ്മളൊരു പക്ഷേ കല്യാണം ആലോചിക്കുമ്പോൾ, അല്ലേ, ജാതി, ജാതകം, ഉപജാതി, അത് ഇത് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് ആ പൊരുത്തം, ഈ പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്ന സമയത്ത് അവർ ചോദിക്കുക മദ്രസയിൽ പോയിട്ടുണ്ടോ, സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ടോ, അതിൻ്റെ ബേസിക്കായ അറിവുകളുണ്ടോ? വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന ഒരാൾക്ക് അതിൻ്റെ ബേസിക്കായ അറിവുകളുണ്ടോ? ലോകത്തെ എല്ലാ മതസ്ഥരും അത് അത്യാവശ്യം ആവശ്യം. ഇവിടെ നമ്മൾ വ്യത്യസ്തമാകുന്നു. ഈ വക ഒരു സാധനവും പഠിക്കണമെന്നോ പഠിപ്പിക്കണമെന്നോ നമുക്കില്ല. എന്നാൽ കയ്യിൽ പഠിക്കാൻ ഇല്ലാണ്ടാണോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർവകലാശാല എൻ്റെ സ്വന്തം, ഒരു സർവകലാശാല തന്നെ സ്വന്തം. പക്ഷേ ആ വലിയ വലിയ കാര്യങ്ങൾ ഇത്തിരി ആചരണങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ സാധാരണക്കാരന് എത്തിക്കാൻ കഴിവുള്ള ധർമ്മമായിരുന്നു സനാതനധർമ്മം. സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത നമ്മൾ എന്തുകൊണ്ട് പഠിച്ചതാണ്, നമ്മുടെ പൂർവികരൊക്കെ മോശമാണെന്നുള്ള അർത്ഥമൊന്നും എടുക്കണ്ട. ഈ വലിയ കാര്യങ്ങൾ ഇരുത്തി പഠിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ മിനിമം 10ാം ക്ലാസ്സെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആരും ഇപ്പോൾ മലയാളിക്കിടയിൽ ഇല്ല എന്നുള്ളവർക്കൊക്കെ അറിയാം. ഒരു പക്ഷേ പഴയ തലമുറയിൽപ്പെട്ട കുറച്ച് പേരൊക്കെ കണ്ടേക്കാം. അതല്ലാതെ ഒരു 10-60 വയസ്സിൽ താഴെയുള്ള എല്ലാവരും ഒരു മിനിമം ഒരു 10ാം ക്ലാസ്സെങ്കിലും ഉള്ളവരാണ് നമ്മുടെ ഇടയിൽ എല്ലാം ഉള്ളത്. നമ്മൾ ആ 10ാം ക്ലാസ് വരെ എന്തൊക്കെ കാര്യം പഠിച്ചു ഓർമ്മയുണ്ടോ? ആ 10ാം ക്ലാസ് വരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സയൻസായിട്ടും സാമൂഹ്യ പാഠമായിട്ടും കണക്കായിട്ടും ഭാഷയായിട്ടും, അല്ലേ? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, ഭൂമിശാസ്ത്രം, ചരിത്രം, എന്താ പറയുക, ധനതത്വശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്. ഒരു സാമൂഹ്യ പാഠം പഠിക്കുമ്പോഴേക്ക് ഇത്രയും കാര്യം, എന്തൊക്കെ വിഷയങ്ങളന്ന് നമ്മൾ പഠിച്ചില്ലേ? അതിലെന്തൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്? ആ രംഗത്ത് ഒരു പക്ഷേ ടീച്ചർമാരാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടറായി പോയാൽ അവർക്ക് അതുമായി പഠിച്ച കുറച്ച് കാര്യങ്ങൾ വേണ്ടി. ഒരു ഡോക്ടറോട് ഇപ്പോൾ പോയിട്ട് MBBSന് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ കുട്ടിയാണ്, അല്ലേ? അല്ലെങ്കിൽ MDക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ കുട്ടിയാണ്. ആ കുട്ടിയോട് പോയിട്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച ഹിസ്റ്ററിയുടെ ഒരു ഭാഗം ചോദിച്ചു നോക്കൂ. ഇതൊക്കെ പഠിക്കാണ്ടായിരുന്നു അന്ന്? അതൊക്കെ അവിടെ ഇട്ട് പോയി. തൻ്റെ വിഷയം ഈ മറ്റേ MBBS ആയതുകൊണ്ട് അവിടെ പഠിച്ച ബയോളജിയും കൊണ്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ബാക്കി എല്ലാ വിഷയവും അവിടെ തന്നെ ഇട്ടു. ഓർമ്മയുണ്ടോ? 10ാം ക്ലാസ്സിൽ സൈൻ തീറ്റ, കോസ് തീറ്റ, കൊസീക് തീറ്റ, മറ്റേ സൈൻ, അതൊക്കെ എവിടെ കിടക്കുന്നത്? എന്തായിരുന്നു സാധനം? പശുവിന് തീറ്റ കൊടുക്കണത്. ആ കണക്കുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൂടി പോയവർ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അല്ലാത്ത ഒരു സൈൻ തീറ്റയും കോസ് തീറ്റയും മറ്റേ തീറ്റയും ഒക്കെ അവിടെ ഇട്ടിട്ട് പോയ വഴിയിൽ പിന്നെ പുല്ലും കൂടി മുളച്ചിട്ടില്ല എന്നുള്ളതല്ലേ സത്യം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഔപചാരികമായി ഒരു ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനുള്ളിൽ പഠിച്ച് പരീക്ഷ എഴുതി, അതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സനാതനധർമ്മം ഇങ്ങനെ കുത്തിയിരുന്ന് പഠിപ്പിക്കണതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. മറിച്ച് അത് എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് അനുഷ്ഠിപ്പിക്കണം, ആചരിപ്പിക്കണം. അത് നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റും. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ, അല്ലേ, പൂജിക്കണം. നമ്മളെ പഠിപ്പിച്ചു. എങ്ങനെയാ പഠിപ്പിച്ചേ? എഴുതി പഠിപ്പിക്കുകയും ചെയ്ത്
ജലപരിവൃത്തി, ഓക്സിജൻ പരിവൃത്തി, അല്ലേ, മറ്റേ പരിവൃത്തി, ഇത് മറ്റേ ആവാസ വ്യവസ്ഥ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കണ്ടല്ലോ ആവാസ വ്യവസ്ഥ. ഇതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. സനാതന ധർമ്മത്തില് അല്ലെ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് നിങ്ങളുടെ ആവാസ വ്യവസ്ഥ അറിയില്ല, ജലപരിവൃത്തി അറിയില്ല, ഓക്സിജൻ പരിവൃത്തി അറിയില്ല, അല്ലേ. അവർക്കാകെ വൃത്തിയും എടുപ്പും കേട്ടിട്ടുണ്ടാവും, വേറൊരു വൃത്തിയെ പറ്റിയിട്ട് അവർക്കറിയില്ല. പക്ഷെ അവർക്കറിയാം പാമ്പും കാവ് പോയിട്ട് മരം ഒന്നും വെട്ടരുതെന്ന്. അവർക്കറിയാം ജലപരിവൃത്തിയും ഓക്സിജൻ പരിവൃത്തിയും, അല്ലേ, മറ്റാവാസ വ്യവസ്ഥ ഇതൊന്നും നിശ്ചയില്ല. പക്ഷെ ആ പാമ്പുകാവ് സംരക്ഷിക്കണം എന്നുള്ളത് അവർക്കറിയാം. അവിടേക്ക് ഇരുമ്പുമായിട്ട് പോകരുത്, ഇരുമ്പായിട്ട് പോയാൽ വല്ലതൊക്കെ വെട്ടാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് ഒന്നും വെട്ടരുത്, എന്തോ ആയിക്കോട്ടെ അവിടെ തന്നെ വീട്, ഒരു മരം വീണാട്ട് അവിടെ തന്നെ ചെയ്തിട്ട് അവിടേക്ക് വളമായി, അല്ലേ. അങ്ങനെ ഒരു മറ്റെന്താ പറയണ്ടേ വാട്ടർ ബെഡ് മാതിരി അത് അവിടെ കിടക്കും. പ്രകൃതിയുടെ പാഠമായിരുന്നു, പ്രകൃതിയുടെ പാഠമായിരുന്നു. ഇപ്പൊ എല്ലാ ക്ലാസ്സിലുണ്ട് മഴവെള്ളം സംഭരിക്കണം, മഴക്കുഴി കുഴിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. കുഴിയോട് കുഴി, കുഴിയൊക്കെ കൂടി കുഴിച്ച് നമ്മൾ പാതാളത്തിലെത്തിയിരുന്നു. എന്നിട്ടോ എത്ര വെള്ളം സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്താ നാളെ മറ്റന്നാ എന്താണ്? ജൂൺ 5 അറിയാമോ? ജൂൺ 5 എന്താ? പരിസ്ഥിതി ദിനം, അല്ലേ. ഇപ്പൊ സ്കൂളിലുള്ളവർക്കും അടുത്ത കാലത്ത് സ്കൂൾ വിട്ടവർക്കും അറിയാം, അത്രേ ഉള്ളൂ. അതിന് നമ്മളതൊക്കെ പോയി. ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരു ദിവസം. അടുത്ത ദിവസം ജൂൺ 6 വേറൊരു ദിവസവും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, ജൂൺ 6 വേറൊരു ദിവസവും. ജൂൺ 5 പരിസ്ഥിതി ദിനാണ്, മറ്റത് കഴിഞ്ഞാൽ ലഹരി വിരുദ്ധ ദിനാണ്, ഇനിയൊന്ന് മറ്റേ ദിനാണ്, മറിച്ചേ ദിനാണ്. അപ്പൊ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരു ദിവസം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് കുത്തിക്കണിഞ്ഞ്, അല്ലേ, വീട്ടിലേക്ക് ആൾ വന്നാലേ പോരാൻ പറ്റുള്ളൂ, സ്കൂൾ വിട്ടിട്ട് വന്നാലേ പറ്റുള്ളൂ. ഇതിൽ കുത്തിക്കണിഞ്ഞ് വരുമ്പോൾ പേരക്കുട്ടി ഒരു പേപ്പറും കഷ്ണം കൊണ്ട് വരുന്നത് എന്തേന്ന് വെച്ചു, മറ്റന്നാ പരിസ്ഥിതി ദിനത്തിന് പ്രസംഗം എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാ പരിസ്ഥിതി ദിനത്തിന് അപ്പോൾ ഒരു പ്രസംഗം വേണം, ഒരു പാട്ട് വേണം, കുറച്ച് ചെടി നടത്തും. ഇതൊക്കെ പരമ്പരാഗതമായ ആചാരങ്ങളിൽ കൂടി അങ്ങോട്ട്. എന്താ പ്രസംഗിക്കുക? തലേ കൊല്ലത്ത് ആരെങ്കിലും പ്രസംഗിച്ചാലും അതൊക്കെ പ്രസംഗിച്ചാലും മതി. നീ എന്താ ചെടി നടാൻ? തലേ കൊല്ലം കുഴിച്ചിട്ട് അവിടെ തന്നെ വീണ്ടും കുഴിച്ചിട്ടാൽ മതി, കാരണം അത് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ തന്നെ വേണമെങ്കിൽ ഒന്നും കൂടി മാന്തിയിട്ട് കുഴിച്ച്. അപ്പൊ ഇതെല്ലാം ചടങ്ങുകളാകുമ്പോൾ സനാതന ധർമ്മം ഇതിനെല്ലാം വിശ്വാസത്തിന്റെ മേമ്പൊടിയുണ്ട്, എല്ലാം വിശ്വാസമായി, ആചാരമായി. അപ്പം വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഉപനിഷത്തുക്കളിലോ പറഞ്ഞിട്ടുള്ള ഗഹനമായ കാര്യങ്ങൾ ഈ ഭൂമിയുടെയും നമ്മുടെയും നിലനിൽപ്പിന്, ദൈവത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല കേട്ടോ. ദൈവത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കാര്യം നമ്മളോട് ചെയ്യാൻ പറഞ്ഞില്ല. നമ്മളാരാ ദൈവത്തിനെ നിലനിർത്താൻ? അല്ലെ, എന്നെ പേടിക്കുക, എന്നെ മാത്രം ആരാധിക്കുക, എന്നെ മാത്രം, ഇങ്ങനെയൊന്നും ഒരു സ്വാർത്ഥതയും നമ്മുടെ ദൈവങ്ങളാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മറ്റ് ദൈവങ്ങളെ ഒന്നും ആരാധിക്കുക. അതിൻ്റെ അർത്ഥത്തെ വേറെ ദൈവങ്ങൾ ഉണ്ടെന്നാ ഏതെങ്കിലും ഒന്ന് പറയണം. മറ്റു ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്നും വന്ന് വേറെ ഏതൊക്കെയോ ദൈവങ്ങളുണ്ട്, നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ മറ്റ് നേതാക്കളുടെ അടുത്തൊന്നും പോകരുത്, എൻ്റെ അടുത്തേ വരാവൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിച്ച് നേതാക്കളൊക്കെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ധാരണയിലാണല്ലോ. അപ്പോൾ മറ്റ് ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറഞ്ഞവർക്കാണ് വേറെ ഏതൊക്കെയോ ദൈവം ഉണ്ട് എന്ന് ഉറപ്പാണ്. നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നേ ഉള്ളൂ എന്നാണ്. നമ്മളതൊന്നും പറഞ്ഞില്ല, വേറെ ഉണ്ടോ ഒന്നും വേറെ ഇല്ലയെന്നോ, അല്ലേ. ദൈവത്തെ പറ്റി കുറച്ച് മാത്രം ചിന്തിക്കുകയും നമ്മളെയും ഈ ഭൂമിയുടെ നിലനിൽപ്പിനെയും ഒക്കെ പറ്റി കൂടുതൽ ചിന്തിക്കുകയും ചെയ്തതാണ് സനാതന ധർമ്മത്തിൻ്റെ പ്രത്യേകത. ഇതെല്ലാം ആചരണങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. പക്ഷേ എന്താ ഇപ്പം നമ്മളൊരു 100 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? അവിടെയാണ് എവിടെയൊക്കെയോ ചില പ്രചരണങ്ങൾ, ചില കടന്നുകയറ്റങ്ങൾ ഈ സനാതന ധർമ്മത്തിൻ്റെ ആ ഒരു താളം തെറ്റിച്ചു. വീട്ടില് മുതിർന്നവരിൽ നിന്ന് മക്കളിലേക്ക്, അവിടെ നിന്ന് അടുത്ത തലമുറയിലേക്ക് അങ്ങനെ കൈമാറി 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 ഈ വിശ്വാസങ്ങളൊക്കെ കിട്ടിയിരുന്നു. എന്താണ് വേദത്തിൽ പറഞ്ഞിരുന്നത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സംസ്കൃതം ഒന്നും ചിലപ്പോൾ അറിയില്ല. പക്ഷെ വേറൊരാൾക്ക് നാശം വരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അവൻ്റെ വിശ്വാസം വേറെ, അവൻ്റെ നിറം വേറെ, അവൻ്റെ നാട് വേറെ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. അവൻ നമ്മുടെ ശത്രുവായി, ചിലപ്പോൾ ഏറ്റവും വലിയ ശത്രു അടുത്തുള്ള ആളുകൾ, അടുത്ത വീട്ടുകാരാവും. അത് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും, അല്ലേ. അത് അമിത പരിചയം കൊണ്ട്, അടുപ്പം കൊണ്ട് വരണതാണ്. ഈ കാന്തം അല്ലേ, കാന്തത്തിൻ്റെ സജാതീയ ധ്രുവങ്ങൾ അടുക്കും തോറും വികർഷിച്ച് പോകുന്നാണല്ലോ പറയുക. അപ്പോൾ നമ്മൾ ഒരേ സ്വഭാവക്കാർ കുറേ കാലം വല്ലാണ്ട് സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടുപ്പെന്നാണ്. അയലൊക്കക്കാരോട് ഇത്തിരി ശത്രുത ഉണ്ടാവും എന്നല്ലാതെ മാറി ഒരാളോട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശത്രുതയില്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല, അവർ നിന്റെ ശത്രുവാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞ ഇത്തിരി നൂറ്റാണ്ടായി നമ്മുടെ ഇടയിലേക്ക് ചില കടന്നുകയറ്റങ്ങൾ, നിങ്ങളുടേത് തെറ്റാണ്, നിങ്ങളുടേത് തെറ്റാണ്, 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 തെറ്റാണ് എന്ന് എവിടെയൊക്കെയോ നമ്മളെ സ്വാധീനിച്ചു എന്നതൊരു സത്യം. അതിൻ്റെ ഫലമായി സനാതന ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കും. സനാതന ധർമ്മം നശിക്കില്ല, പക്ഷെ ആ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കാൻ തുടങ്ങി.
എന്താണോ അതിലൂടെ നേടേണ്ടത് അത് നേടേണ്ടത് എങ്ങനെ നമ്മളിൽ കൂടിയേ നേടാൻ പറ്റുള്ളൂ. അത് നേടാൻ കഴിയാത്തൊരു സാഹചര്യം, മൂല്യച്യുതി സംഭവിക്കാൻ തുടങ്ങി. അപ്പൊ ആ മൂല്യച്യുതി ഒഴിവാക്കാൻ, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, മൂല്യങ്ങൾക്ക് നാശം വരുന്ന അവസ്ഥ, ബാക്കി എന്ത് നശിക്കാൻ ഉണ്ടാക്കാം, മൂല്യങ്ങൾ നശിച്ചാൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ മൂല്യച്യുതി ഒഴിവാക്കാൻ, മറ്റൊന്ന് സ്വാഭാവികമായി രക്ഷിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയിരുന്ന സന്ദേശം എവിടെയോ വെച്ച് ബ്രേക്ക് ആവുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് കുറച്ചൊക്കെ ഉപദേശങ്ങളൊന്നിങ്ങനെ കൊടുത്തളയാം. അർജുനൻ യുദ്ധരംഗത്ത് തളർന്നിരുന്നപ്പോഴല്ലേ കൃഷ്ണനെ ഉപദേശിക്കണം തോന്നിയുള്ളൂ. തളർന്നിരിക്കാത്ത അർജുനൻ എന്തിനാ ഉപദേശം? അർജുനന്റെ സുഹൃത്ത് തന്നെയാ കൃഷ്ണനെ, പക്ഷെ മുമ്പൊന്നും ഉപദേശിച്ചിട്ടില്ല. പക്ഷെ തളർന്നിരുന്നപ്പോൾ തോളത്ത് തട്ടി ഉപദേശിച്ചു കൊടുത്തു. അവിടുന്ന് എങ്ങനെയാണോ കർമ്മധീരനാക്കി വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യം വന്നപ്പോഴേ ഉപദേശിച്ചുള്ളൂ. പിന്നാലെ നടന്ന് ഉപദേശിച്ച വെറുപ്പല്ലേ ഉണ്ടാവുക. ഈ രക്ഷിതാക്കൾ നമ്മൾ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ മക്കളോട്? എത്ര ശതമാനം കേൾക്കുന്നുണ്ട് മക്കള്? എത്ര ശതമാനം കേൾക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ. എനിക്കൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ പഠിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എൻ്റെ മനസ്സിൽ പറയണതാട്ടോ, തുടങ്ങി റേഡിയോ എന്ന്. കാരണം അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ റേഡിയോയിലെ സുഭാഷിതം ഇങ്ങനെ കേൾക്കുമ്പോൾ സുഭാഷിതമാണ് ഞാൻ ഇതിലേ കേൾക്കും. അതാണ് ആ പ്രായം. എന്തൊക്കെ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്, നമ്മൾ നമ്മുടെ മക്കളെ നടന്ന് ഉപദേശിക്കും. എന്ത് കാര്യം? ഉപദേശം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉപദേശത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? പറഞ്ഞയാൾ, ഉപദേശിക്കുന്നയാൾ ആസ്വദിക്കുകയും കേൾക്കുന്നയാൾ ഏറ്റവും വെറുക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് അത്ര ഈ ഉപദേശം എന്നുള്ളത്. തൊട്ടങ്ങിയെന്നാണ് മനസ്സിലാദ്യം തോന്നുന്നത് അല്ലേ? ചിലപ്പോൾ ടീച്ചർമാർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ തൊട്ടങ്ങിയാ പിന്നെ അങ്ങനെയാവണം മക്കളെ, നിങ്ങൾ ഇങ്ങനെയാവണം, നല്ല കുട്ടികൾ അങ്ങനെയാണ്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. ആര് കേട്ടു? അതൊക്കെ കേട്ട് നന്നായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയൊക്കെ എത്തിയിരുന്നില്ലേ? അതുകൊണ്ട് ഈ ഉപദേശം എന്ന് പറഞ്ഞാൽ പറയുന്നയാൾ മാത്രം ആസ്വദിക്കുന്നതാണ്, കേൾക്കുന്നയാൾക്ക് വെറുക്കുന്ന ഒരു സംഗതി. അതുകൊണ്ട് മാത്രം ആരും നേരെയില്ല. അതുകൊണ്ട് നല്ല അത്യാവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഈ ഉപദേശം എന്നുള്ളത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനൻ തളർന്നപ്പോൾ മാത്രമാണ് അർജുനനെ ഉണർത്താൻ വേണ്ടി, കർമ്മധീരനാക്കാൻ വേണ്ടി. അവിടെ ഏകപക്ഷീയമായിട്ട് ഭഗവാൻ പറയുന്നല്ല, മോണോലോകമൊന്നുമല്ല. ഞാൻ പറയും നീ കേട്ടോളണം എന്നൊന്നുമല്ല. നീ ചോദിക്കടാ അല്ലേ, നിനക്ക് വേണ്ടതൊക്കെ ചോദിക്കാം. അവൻ്റെ മനസ്സിലെ സംശയങ്ങൾ മുഴുവൻ അടക്കിക്കൊണ്ടാണ് ഭഗവാൻ മുന്നോട്ട് പോകുന്നത്. എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറം ചോദിക്കും. അതിങ്ങനെയല്ലേ, അതങ്ങനെയല്ലേ, അത് ചോദിക്കാൻ ഭഗവാനോട് വരെ ചോദിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ് സനാതന ധർമ്മത്തിൻ്റെ ഭംഗി. സനാതന ധർമ്മത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാണ്, സൗകര്യവും അതാണ്. ഭഗവാനോട് പോലും അങ്ങോട്ട് ചോദ്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് നടക്കാന്നോ, ഇതൊക്കെ കൂടി പഠിപ്പിച്ച് ഈ പറഞ്ഞമാരെ കുത്തിച്ചെലുത്തി പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിക്കണതൊക്കെ കുറച്ച് കാലേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പഠിച്ചവർ തിരിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങും. ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കുക. പഠിച്ചു കഴിഞ്ഞവർ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ഒരു ഭയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ച് ചോദ്യം. സനാതന ധർമ്മത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലാത്തത് അങ്ങനെ കുത്തിച്ചെലുത്തി നമ്മൾ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രചരണങ്ങൾ നമ്മളെ ദോഷമായി ബാധിക്കാൻ തുടങ്ങിയപ്പോൾ, മൂല്യച്യുതി സംഭവിച്ചപ്പോഴാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ പഠിക്കണം. കുറച്ചെങ്കിലും മറ്റുള്ളവരൊന്നും പഠിക്കാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. ഒരാഴ്ചയിൽ ഒരു ഇത്തിരി നേരമെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക അല്ലേ? അമ്പലത്തിലെ വിശേഷ ദിവസങ്ങളിലെങ്കിലും എന്തെങ്കിലും ഒരു പ്രഭാഷണമോ അല്ലെ ആത്മീയമായ ഉണർവുണ്ടാകാൻ എന്തെങ്കിലും കുറച്ച് അധികമായാൽ അമൃതം വിഷാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് മാത്രം വെറുക്കാത്ത വിധത്തിൽ സാധാരണക്കാരന് കൊടുത്തുകൊണ്ട് ആ മൂല്യച്യുതി ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഈ മൂല്യച്യുതി ഒരിക്കലും ഉപദേശിക്കുന്നവരെ കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. സാധാരണ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മാത്രമേ അത് ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. സനാതനം എന്ന വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. എന്നും പുതുതുപോലെ ഇരിക്കണത് എന്നാണ്. ഒരിക്കലും നാശം സംഭവിക്കാത്തത്, എന്നും പുതുതുപോലെ ഇരിക്കണത് എന്നൊക്കെ. സനാതന ധർമ്മത്തിന് നാശം സംഭവിക്കില്ല എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ അതിന് ഗ്ലാനി, മൂല്യച്യുതി സംഭവിക്കും. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വ്രതമെടുത്ത് ധാരാളം ആളുകൾ കുറച്ച് കാലങ്ങളായി പരിശ്രമിക്കുന്നുണ്ട്. പ്രഖ്യാപിത ലക്ഷ്യം സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക, ഹിന്ദു ധർമ്മത്തെ ഇല്ലാതാക്കുക. ഹിന്ദു ധർമ്മത്തെ നിലനിർത്താൻ ആരും പരിശ്രമിക്കുന്നുണ്ടോ ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കുറേ കാലങ്ങളായി പലരും പരിശ്രമിക്കുന്നുണ്ട്. അവർ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പരാജയപ്പെട്ടിട്ടില്ല എന്ന്. നശിപ്പിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ സനാതന ധർമ്മത്തിന് മൂല്യച്യുതി വന്നു. അതാണ് പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം. എന്താ സനാതന ധർമ്മത്തിന്റെ അടിത്തറ? അത് ദൈവവിശ്വാസമല്ല, അല്ലെങ്കിൽ അത് മറ്റൊന്നല്ല അല്ലേ?
ആ അടിത്തറയ്ക്ക് പോലും ഇന്ന് കുലുക്കം സംഭവിപ്പിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. അടിത്തറ ബലപ്പെടുത്തേണ്ട നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് അത്തരത്തിലുള്ള ചില കുലുക്കം അടിത്തറയ്ക്ക് പോലും ഇന്ന് സംഭവിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മുടെ കാണപ്പെടുന്ന ദൈവങ്ങൾ ആരൊക്കെയാണ്? അമ്മയും അച്ഛനും ഗുരുനാഥനും അല്ലേ? ഒരു 2 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കറങ്ങിയ ഒരു അല്ലേ, മാഷ് പുറത്തൊക്കെ ഇറങ്ങിയ കാച്ചിക്കളയും. മലപ്പുറം പാലക്കാട് ജില്ലയുടെ അതിർത്തിയിലാണെന്നുള്ളത്. മാഷ് പുറത്തൊക്കെ ഇറങ്ങിയാൽ കാച്ചിക്കളയും. സനാതന ധർമ്മത്തില് മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ. സനാതന ധർമ്മം നശിച്ചിട്ടൊന്നുമില്ലേ? അമ്പലങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അമ്പലങ്ങളിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അല്ലേ? ആഘോഷമുണ്ട്, ആർഭാടമുണ്ട്, അലങ്കാരമുണ്ട്. പക്ഷെ അടിത്തറ ഇല്ലെങ്കിൽ എത്ര വലിയ ഫ്ലാറ്റ് എത്ര ഭംഗിയിൽ കെട്ടിയിട്ടും കാര്യമുണ്ടോ? അടിത്തറയമ പിടിച്ച് ആരൊക്കെയോ കുലുക്കുന്നുണ്ട്. ഈ അടിത്തറയൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നശിപ്പിച്ചേ അടങ്ങും. പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, സനാതന ധർമ്മം തന്നെ ഡെങ്കി പോലെ, കൊറോണ പോലെ, മലേറിയ പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. സനാതന ധർമ്മം അശ്ലീലമാണ് എന്നൊക്കെ പറയാൻ ആളുകളുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടെ നമ്മളൊരു ജാഗ്രതയോടുകൂടി നമ്മുടെ ധർമ്മത്തെ പറ്റി ചിന്തിക്കുക. നമ്മുടെ വീടുകളിൽ അവയെ ഒന്ന് ഉറപ്പിക്കാനുള്ളൊരു, അവിടെയാണ് ഉറപ്പിക്കേണ്ടത്. നമ്മുടെ വീട്ടിലാണ് ഇത് ഉറപ്പിക്കേണ്ടത്. അതാണ് ഒരു ചെറിയൊരൊറ്റ കാര്യമാണ് ഈ മാതാപിതാ ഗുരു ദൈവം. നമ്മുടെ ഇന്ന് പോയില്ലേ? അമ്മയും അച്ഛനും ഇന്ന് ദൈവത്തെ പോലാണോ? ദൈവമാണോ ദൈവത്തെ പോലാണോ? അതോ അമ്മയും അച്ഛനും മക്കളെ ഭയന്ന് നിൽക്കേണ്ടുന്ന സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? സനാതന ധർമ്മപ്രകാരം എങ്ങനെയാ വേണ്ടത്? സനാതന ധർമ്മപ്രകാരം അമ്മയും അച്ഛനും ഗുരുനാഥനും അതിഥിയും വരെ ദൈവമാണ്. ആണോ? സ്വന്തം വീടുകളിലേക്കൊക്കെ നോക്കിയാൽ മതി കേട്ടോ. സ്വന്തം വീടുകളിലേക്കൊക്കെ നോക്കുക. അങ്ങനെയാണോ? അങ്ങനെയല്ലെങ്കിൽ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്താ? നല്ല സ്വാഭാവികമായ ചോദ്യമൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് എന്താ? തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ നമ്മളെ പറ്റി തന്നെ ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. സത്യമല്ലേ? നമ്മളെ പറ്റി ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് എളുപ്പം മനസ്സിലാകാനുള്ളൊരു ഉദാഹരണം എൻ്റെ അല്ല കേട്ടോ, എൻ്റെ കോപ്പിറൈറ്റ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അതൊന്നല്ല. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഈ രാത്രി വാതിലടയ്ക്കുമ്പോൾ പുറത്ത് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കിടക്കണമെങ്കിൽ എടുത്ത് അകത്തേക്ക് വയ്ക്കും. മുറ്റത്തി മഴു അല്ലേ ഒക്കെ എടുത്ത് അകത്തേക്ക് വെച്ചിട്ട് വാതിലടയ്ക്കും. കാരണം വല്ല കള്ളന്മാരും വന്നിട്ട് ഇതെടുത്ത് പ്രയോഗിക്കേണ്ടല്ലോ വെച്ചിട്ടാണ്. ഞാൻ അവർ വെറും കൈയോടെ വരുമ്പോൾ ഇതെടുത്തിട്ട് പ്രയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് കിടക്കുന്ന ആയുധമൊക്കെ എടുത്തിട്ട് അകത്തേക്ക് വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ വാതിലടയ്ക്കുമ്പോൾ അകത്ത് എന്തെങ്കിലും ആയുധം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കട്ടെ, എന്നിട്ടേ വാതിലടയ്ക്കുള്ളൂ. മറ്റേ ആ മണിച്ചിത്രത്താഴ് സിനിമയിലുണ്ടല്ലോ, സുധീഷ് മോഹൻലാലും കൂടി ഇനി വല്ലതും ഉണ്ടോ, പപ്പടം കുത്തിയുണ്ടോ, മറ്റതുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പെറുക്കിയെടുത്ത് കിടക്കില്ലേ, അതുപോലെ മുട്ടുസൂചി എങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ട് പുറത്ത് കൊണ്ടുവച്ചിട്ട് എത്ര ഇപ്പോൾ ഉള്ളൊരു വാതിലടയ്ക്കുള്ളൂ. എന്തുകൊണ്ടാ? അകത്തുള്ളവരെ പേടിച്ചിട്ട്. പുറത്തുള്ളവരെയൊക്കെ പേടിയാണ്, അകത്തുള്ളവരെ. ആർക്കാ ഭ്രാന്ത് കയറുക? ആരാ ഹാമർ എടുത്ത് മണ്ടക്കടിക്കുക? ആരാ കുത്തി കൊല്ലുക? ഒരു പ്രശ്നമില്ല. അമ്മയെ കൊല്ലാനോ അച്ഛനെ കൊല്ലാനോ മക്കളെ കൊല്ലാനോ പുല്ലുവില. ഒരു 10 ദിവസത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. വേണ്ടപ്പ അല്ലേ? 10 ദിവസമൊക്കെ എന്തിനാ? 2 ദിവസത്തെ പത്രം എടുത്ത് വായിച്ചു നോക്കുക. അമ്മ മകനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, കാമുകി കാമുകനെ കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, കഷ്ണങ്ങളാക്കി അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി ഞക്കാ പോക. അപ്പൊ ഇന്ന് അകത്തുള്ളവരെ പേടിയാണ്, പുറത്തുള്ളവരെക്കാൾ പേടിയാണ് അകത്ത്. തമ്മിൽ അവിശ്വസിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ കഴിയും? ആർക്ക് വേണമെങ്കിൽ വട്ട് കയറാം. കാരണം ആർക്കും വലിയ സ്ഥിരബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഈ കാണിക്കണത്. ആർക്കും സാമാന്യേന മാനസികമായ ആരോഗ്യമില്ല. ആ ആരോഗ്യമൊക്കെ ഉണ്ടാകാനായിരുന്നു കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും അല്ലെ ഭയക്കേണ്ടവരെ ഭയക്കുകയും ഒക്കെ ചെയ്തു വളർന്നിരുന്നത് ഈ മാനസിക ആരോഗ്യം ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പൊ സനാതന ധർമ്മത്തിൽ നിങ്ങൾ സനാതന ധർമ്മത്തിന്റെ അടിത്തറ കൊടുത്തിട്ട് നമുക്കിനി സനാതന ധർമ്മത്തിന്റെ പേരിൽ ഇലക്ഷൻ വെക്കാനൊന്നല്ല. അതുകൊണ്ടുണ്ടായ മൂല്യച്യുതിയാണ് ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം. മദ്യവും മയക്കുമരുന്നൊക്കെ ഇങ്ങോട്ട് സമാജത്തെ ഇങ്ങോട്ട് അല്ലേ, ശരിക്കും പറഞ്ഞാൽ അതൊരു സുനാമിയെ മുക്കി താത്തി കഴിഞ്ഞു. നമ്മൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ നിറഞ്ഞമാതിരി. ഇപ്പൊ ചിലരൊക്കെ പറഞ്ഞെന്താ അറിയോ? ഇനി ഇതിനെതിരെ ഒന്നും പറയരുത്. എന്തുകൊണ്ടാ? എല്ലാവരും അത് ഉപയോഗിക്കുന്നവരാണെ നമുക്ക് വിലയേണ്ടേ പോകുന്നതാണ്.
നമുക്ക് വിലയില്ലാണ്ടായി പോകും. അതുകൊണ്ട് അതിനെതിരെ ഇനി ഒന്നും പറയരുത്. കാരണം മറുഭാഗത്ത് ശക്തരാണ് അവര്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും പറയില്ല കേട്ടോ. കാരണം വോട്ട് മുഴുവൻ ഉപയോഗിക്കുന്നവരുടെ ആവും കൂടുതൽ. ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ വോട്ടായിരിക്കും കൂടുതൽ. അതുകൊണ്ട് അതെങ്ങാൻ കയ്യിൽ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല, മാവിലായിക്കാരാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും ഇതൊന്നൊരു വിഷയമായിട്ട് പറയില്ല. ഇപ്പം തന്നെ പറയണവർ ഒറ്റപ്പെട്ടു പോകും. നിങ്ങളൊക്കെ കഴിച്ചോ അല്ലേ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് ചിലപ്പോൾ കൈകേടിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കൂക്കുവിളിയേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കാലം വല്ലാതെ മാറി 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 വരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ആയ എന്താ അല്ലേ, ആയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പുരുഷൻ നശിച്ചാലും കുഴപ്പം തന്നെയാണ്. പക്ഷേ പുരുഷൻ നശിച്ചാൽ അവനെ നശിക്കുള്ളൂ. സ്ത്രീ നശിച്ചാൽ ഒരു കുടുംബവും അതിലൂടെ ഒരു ദേശവും ഒരു രാഷ്ട്രവും ഒക്കെ നശിക്കുന്നു. വേദനയോടെ പറയട്ടെ, നമ്മുടെ അമ്മ പെങ്ങന്മാർക്കിടയിലും മോശമല്ലാത്ത വിധത്തിൽ അരുതാത്ത ദുശ്ശീലങ്ങളൊക്കെ കടന്നു കയറുന്നുണ്ട് എന്ന് സമാജത്തെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. കുറച്ചൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഇതിനൊക്കെ എന്താ വഴി? നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അരുത് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കുറേ പറയുമ്പോൾ എന്താ ഒന്ന് ചെയ്തു നോക്കില്ല. അതാണ് മനുഷ്യൻ്റെ പ്രകൃതി. അതുകൊണ്ട് നിങ്ങൾ ഈ ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ബോധവൽക്കരണം നടത്തുന്നവർ അങ്ങനെയാണെങ്കിൽ മദ്യത്തിൻ്റെ എല്ലാ കുപ്പിയിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എഴുതിയിട്ടില്ലേ? കണ്ടിട്ട് ആരെങ്കിലും ഇന്ന് വരെ ലോകത്ത് ഒരുത്തം കുടിക്കാണ്ടിരുന്നിട്ടുണ്ട് അത് എഴുതിയിട്ട്? ഒരാൾ അയ്യോ ഇത് ആരോഗ്യത്തിന് ഹാനികരാത്രേ ഞാൻ ഉപയോഗിക്കുന്നില്ല ഒറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം ബോധവൽക്കരണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നമ്മുടെ ധർമ്മത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചില കടമകളും അല്ലേ, ചില മൂല്യബോധം, ചില കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇതൊന്നും ഇതിലേക്ക് പോകാതെ മറ്റുള്ളതിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു സനാതന ധർമ്മം ചെയ്തിരുന്നത്. അത് നാമജപമാകാം, അത് മറ്റു കാര്യങ്ങളാകാം, ക്ഷേത്ര ദർശനമാകാം, മാതാപിതാക്കളോടുള്ള ശുശ്രൂഷയാകാം, ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ മറ്റു പലതിലേക്കും ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ട് ഈ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമ്പലങ്ങളൊക്കെ നന്നായി, പക്ഷേ സനാതനധർമ്മം ക്ഷയിച്ചുപോയി. അമ്പലങ്ങളൊക്കെ നന്നായി, നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ മാത്രം ഹിന്ദുവായി. വീടുകളിലൊന്നും ആചരണമില്ല, അനുഷ്ഠാനമില്ല, വിശ്വാസമില്ല, നമ്മുടേതായ ജീവിത രീതിയുമില്ല. അതെങ്ങാനും പറഞ്ഞു പോയാൽ പറഞ്ഞവൻ്റെ കഴുത്തുകൊണ്ട് നാട്ടുകാർ കിട്ടും. അതുകൊണ്ട് അത് പേടിച്ച് എല്ലാവരും കേൾക്കണവർക്ക് എന്താണോ ഇഷ്ടം അത് പറയാമെന്നുള്ള നിലയിലേക്ക് എല്ലാവരും എത്തി. കേൾക്കണവർക്ക് എന്താണോ ഇഷ്ടം അല്ലേ? അപ്പോൾ എൻ്റെ ഇതിലിഷ്ടക്കേട് വന്നത് നമ്മുടെ ധർമ്മത്തിന് വേണ്ടി പറയുന്നത് തന്നെ മോശമാണെന്ന് നമ്മുടെ ഇടയ്ക്ക് തോന്നാൻ തുടങ്ങി. അതാണ് സനാതന ധർമ്മത്തിനെ പറ്റി അടുത്ത പോയപ്പോൾ. നമ്മുടെ ധർമ്മത്തെ പറ്റി എന്തെങ്കിലും പറയുന്നത് തന്നെ, കാരണം ബാക്കി ഏത് ധർമ്മത്തെ പറ്റി അയാൾ നല്ല മതവിശ്വാസിയാട്ടോ, അയാളുടെ മതത്തിന് വേണ്ടി. നമ്മളാണെങ്കിലോ ആള് വർഗീയവാദിയാ. നമ്മളാണ് നമ്മുടെ മതത്തിന് വേണ്ടി പറയുന്നതെങ്കിൽ നമുക്കുള്ള പേര് വർഗീയവാദിന്ന്. മറ്റുള്ളവർ പറയുമ്പോൾ അവൻ മതസ്നേഹി, എന്തൊരു മതവിശ്വാസിയാ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ നമ്മളെങ്ങാൻ പറഞ്ഞു പോയാൽ നമുക്ക് മാത്രമായിട്ടൊരു പേരുണ്ടാക്കിയിട്ടുണ്ട്, വർഗീയ. നമ്മളാണെങ്കിലോ ആ പേരെങ്ങാൻ കേൾക്കുമോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് സർവത്ര ഈ മറ്റേ പണ്ട് തുള്ളിക്ക് മാറി നടക്കുക എന്നൊക്കെ പറയില്ലേ അല്ലേ? കൊടയില്ലാണ്ട് വരുമ്പോൾ ആൾക്കാർ എങ്ങനെയോ താനീ മഴയത്ത് ഞാൻ തുള്ളിക്ക് മാറി കൊടുത്തു, കാരണം ഈ തുള്ളി വീഴുമ്പോൾ ഇങ്ങോട്ട് മാറി, ആ തുള്ളി വീഴുമ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ തുള്ളിക്ക് മാറി നമ്മളെ ഞാൻ വർഗീയവാദി എന്ന് വിളിക്കുമോ എന്ന് ഭയന്ന് നമ്മളിങ്ങനെ മാറിപ്പോയി എത്ര നാളെ എവിടേക്കൊക്കെ നമ്മൾ മാറിപ്പോയി. അപ്പം നമുക്ക് നമ്മുടെ ധർമ്മത്തെ ശാക്തീകരിക്കാൻ ഒരല്പം ബാധ്യത നമുക്കുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഉയർത്തിയത് നമ്മുടെ കഴിവുകൊണ്ട് തന്നെയാണ്. എന്തിനായിരുന്നു? നമുക്കൊന്ന് ഒരുമിച്ച് വരും, ഒന്നിച്ച് ആരാധിക്കാം. ക്ഷേത്രങ്ങൾ കൂടിയേ തീരുള്ളൂ. കാരണം നമ്മുടെ ധർമ്മത്തിൻ്റെ കരുത്ത്, ഏതൊരു ധർമ്മത്തിൻ്റെയും കരുത്ത് ഒരുമിച്ച് വരലാണ്, ഒന്നിച്ച് നിൽക്കലാണ്. സംഘേശക്തി കലൗയുഗേ പറയാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളാണ്. സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ട് 101 കഴിഞ്ഞു. സംഘേശക്തി കലൗയുഗേ, കലിയുഗത്തിൽ സംഘമാണ് ശക്തി. അത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഉത്ബോധിപ്പിച്ചത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കണം, അത് ആർക്കും എതിരെയൊന്നുമല്ല. നമുക്ക് ഒരുമിച്ച് വരാൻ, ഒന്നിച്ച് നിൽക്കാൻ
അതിനേറ്റവും സഹായിക്കുന്ന ഒരുമിച്ചുള്ള ആരാധനയാണ്. ഒരുമിച്ച് വരാനും ഒരുമിച്ച് നിൽക്കാനും നമ്മെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾക്ക് വലിയ പ്രസക്തിയുള്ളത്. അത് നമ്മൾ വിജയിച്ചു. തളർന്നും തകർന്നും തകർക്കപ്പെട്ടും കിടന്നിരുന്ന ക്ഷേത്രങ്ങൾ ഒന്നൊന്നൊന്നായി നമ്മൾ ജീർണോദ്ധാരണം നടത്തി. സ്വർഗീയ മാധവജിയും കേളപ്പജിയും ഒക്കെ തെളിച്ച രഥം, അതിനോടൊപ്പം മലയാളി സമൂഹം ഒന്നിച്ചു നീങ്ങിയപ്പോൾ ക്ഷേത്ര ചൈതന്യം ഉണ്ട് എന്ന് തോന്നുന്നിടത്തൊക്കെ നമ്മൾ മഹാക്ഷേത്രങ്ങൾ പടുത്തുയർത്തി. എവിടെയൊക്കെ ക്ഷേത്രം അല്ലേ, എവിടെയെങ്കിലും ഒരു ചൈതന്യം ഉണ്ടെന്ന് സംശയം വന്നാൽ അവിടെയൊക്കെ നമ്മൾ ക്ഷേത്രങ്ങൾ പടുത്തുയർത്തി. ആ കാര്യത്തിൽ വിജയിച്ചു നമ്മൾ. അപ്പോൾ നമ്മൾ ഇറങ്ങിയേ വിജയിക്കും, സംശയിക്കണ്ട. നമ്മൾ ഇറങ്ങിയാൽ വിജയിക്കും. രാമായണ മാസത്തിന്റെ വിജയം അതല്ലേ കാണിക്കുന്നത്. നമ്മൾ ഇറങ്ങിയാൽ വിജയിക്കും. ഇന്ന് ലോകത്ത് എവിടെയൊക്കെ മലയാളി ഉണ്ട് അവിടെയൊക്കെ രാമായണ മാസാചരണം. എത്ര ചെറിയ തോതിൽ നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതുപോലെ ചെറിയ തോതിലൊന്ന് തുടങ്ങുക, സനാതന ധർമ്മത്തെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിക്കണമെങ്കിൽ ആദ്യം വേണം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംഘബോധം നമുക്ക് വേണം. നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ ആ നമ്മൾ എന്നൊരു ഫീലിംഗ് വേണ്ടേ. ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്, നമ്മൾ എന്ന ഫീലിംഗ്. ഇത് തന്നെയാണ് സഹസ്രാബ്ദങ്ങളായി ഋഷീശ്വരന്മാർ സംഘച്ഛദ്വം സമ്മതത് ഋഗ്വേദത്തിലൂടെ നമ്മളോട് പറഞ്ഞത് അല്ലെ. ആ സംഘച്ഛദ്വം സമ്മതത് ഒന്നിച്ചൊന്നിച്ച് സർവേബി സുഖിനസന്തു സർവേ സന്തു നിരാമയ. അല്ലേ, എല്ലാവർക്കും സുഖം വരട്ടെ, ആർക്കും ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ വരട്ടെ. ആ എല്ലാവരും എന്ന് വേദകാലഘട്ടത്തിൽ തുടങ്ങി ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് നമ്മുടെ പ്രാർത്ഥനകളുടെയൊക്കെ പ്രത്യേകത ഈ ഒന്നിച്ച്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുദേവൻ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മൂല്യച്യുതി സംഭവിച്ചപ്പോൾ, നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പറ്റി തന്നെ ഒരു അപകർഷതാ ബോധം തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ ശക്തമായി നയിക്കാൻ തുടങ്ങിയത്. ആ കാലഘട്ടമായപ്പോഴേക്കും വിവേകാനന്ദ സ്വാമി പറഞ്ഞ് നമുക്കറിയാം കേരളത്തെ അല്ലേ. വിവേകാനന്ദ സ്വാമി അറിയില്ലെങ്കിൽ നമുക്ക് ഇതറിയാലോ. കേരളത്തെ പറ്റി വിവേകാനന്ദ സ്വാമി എന്താ പറഞ്ഞത്? കേരളം ഭ്രാന്താലയം. അതറിയാത്ത ഒറ്റയാളുമില്ല. വിവേകാനന്ദന്റെ ബാക്കി ഒരു കാര്യം ചോദിച്ചാലും അറിയില്ല. കേരളം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടില്ല കേട്ടോ. മലബാർ എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ ഭാഗമല്ല, കേരളത്തെ മൊത്തം തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ വാക്കതാണ് മലബാറോ, അതൊരു ഭ്രാന്താലയം അല്ലെന്ന്. തമിഴ്നാട്ടിൽ ചെന്ന് അവിടുത്തെ വിദ്യാർത്ഥികളോടാണ് പറഞ്ഞത്. കാരണം അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്നിച്ച് നമ്മുടെ ഈ കടലിനും അല്ലേ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലുള്ള ഈ ഭൂവിഭാഗത്തെയാണ് ഇന്ന് മലബാർ എന്ന പേരിൽ വിവേകാനന്ദ സ്വാമി ഉദ്ദേശിച്ചത്. നമ്മളെ മൊത്തം തന്നെയാണ്. പക്ഷെ ഉപയോഗിച്ച വാക്ക് കേരളം എന്നല്ല. മലബാർ അതൊരു ഭ്രാന്താലയം, അവിടെ ഉള്ളവർക്കൊക്കെ മുഴുത്ത ഭ്രാന്താണെന്ന് പറഞ്ഞു. എന്താ മുഴുത്ത ഭ്രാന്ത്? ബാക്കി കേട്ടിട്ടുണ്ട്. അതിന്റെ ബാക്കി എന്താന്ന് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല വിവേകാനന്ദ സ്വാമി. ആ ഭ്രാന്ത് എന്താന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താ ഭ്രാന്ത്? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ. കുമാരനാശാൻ പറഞ്ഞ അവസ്ഥ അല്ലേ. അടിയളന്ന് കോലളന്ന് ദൃഷ്ടിയിൽപ്പെട്ടാൽ കുറ്റം എന്ന് പറഞ്ഞ് മാറി ആര് സവർണർ അവർണരെ മാറ്റി നിർത്തി. നമ്മളങ്ങനെയല്ലേ കേൾക്കണേ? അല്ല, എല്ലാവരും മാറ്റി നിർത്തി. അതിന് വർണ്ണഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. മോളിൽ അല്ലേ ഒരു നമ്പൂതിരി അവരിൽ തന്നെ തരംതിരിച്ചു. വൈദികൻ വേറെ, ശാന്തിക്കാരൻ വേറെ അല്ലേ. തട്ട് അവിടെ തന്നെ ഉണ്ട്, പല തട്ടായിട്ട് അല്ലേ. വൈദികനോളം കേമത്തല്ല ആർക്ക്? ശാന്തി മാത്രമായിട്ടുള്ളവർക്ക്. അങ്ങനെ അവിടെ തന്നെ തട്ടായി. അതിനുശേഷം അല്ലേ അവര് തൊട്ട് താഴെയുള്ളവരിൽ നിന്ന് കുറച്ചകന്ന് മാറിയിരുന്നു. അപ്പൊ അവരെന്താ ചെയ്തത്? ഈ കോഴികളുടെ ഒരു ഇതുണ്ടല്ലോ, എന്താ കോഴിയുടെ രീതി. നിങ്ങൾ കോഴിക്ക് കുറച്ച് അരിയിട്ടിട്ട് കോഴിക്കൂടാണ് തുറന്നിട്ട് കൊടുത്തു നോക്കി, എന്താ സംഭവിക്കുക? അവർക്ക് തിന്നാനാവില്ല ആദ്യം താല്പര്യം. എന്തിനാ താല്പര്യം? വേറെ ആരെങ്കിലും തിന്നുന്നുണ്ടോ എന്നാണ്. അതിനെ കൊത്തി കൊടുക്കും. ആ കോഴി കൊത്തു കിട്ടിയാൽ ഓടിപ്പോവല്ല ചെയ്യുക, അടുത്ത് വേറൊരു കോഴിയെ പോയി കൊത്തി അല്ലേ. അടുത്ത് വേറെ. അപ്പൊ അതിങ്ങനെ ഈ കിട്ടിയ കൊത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ ഒരു സമാധാനം ഉണ്ട്. അപ്പൊ ഇതുപോലെ കുറച്ച് പേരെ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ മാറുള്ളവരെ അതിൽ താഴെയുള്ളവരൊക്കെ മാറ്റി നിർത്തി. അവരോ മേലുള്ളവർ തൊഴും ഇനി ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തി. അങ്ങേ അറ്റം വരെ നമ്മുടെ ഇടയിൽ ഈ ബോധം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനേ വിഷയത്തിലില്ല. ഏറ്റവും അല്ലെ അന്ത്യജൻ അഗ്രജൻ ഇല്ല ഇവിടെ, അന്നും ഇല്ല. എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു ഈ ഭ്രാന്ത, അത്യാവശ്യത്തിനുണ്ടായിരുന്നു. അതിന്റെ ചരിത്രപരമായ കാരണം എന്താ? നമ്മൾ ഒരുപക്ഷെ അതിൽ ഗവേഷണം നടത്താൻ പോലും നമുക്കിന്ന് ഭയമാണ്. ഇതൊന്നും സനാതന ധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയല്ല. ആണോ? അങ്ങനെയായിരുന്നെങ്കിൽ ശബരി മാതാവ് കടിച്ചു കൊടുത്ത പഴങ്ങൾ എങ്ങനെയാ ശ്രീരാമചന്ദ്രൻ കഴിക്കുക? ശബരി വനവാസിയാണല്ലോ അല്ലേ. ഇപ്പോഴാണെങ്കിൽ ST ആണ്, ഷെഡ്യൂൾഡ് ട്രൈബ്. അവര് കടിച്ചു കൊടുത്ത പഴങ്ങൾ എങ്ങനെയാ കഴിക്കുക? ഭഗവാൻ കൃഷ്ണൻ എവിടെയാ ജനിച്ചത്? യാദവ കുലത്തിലാണ് ജനിച്ചത്. OBC ആണ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ആ കൃഷ്ണന്റെ ഏറ്റവും വലിയ സുഹൃത്താരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കൂടെ പഠിച്ചത് ആഢ്യ ബ്രാഹ്മണനായ കുചേലൻ. കൃഷ്ണൻ OBC ആണ്, ഐത്തജാതിയാണ്. കൂടെ പഠിച്ചതാരാണ്? ആഢ്യ ബ്രാഹ്മണനായ കുചേലൻ. അപ്പൊ നമ്മളിലെവിടെയാ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്നത്? ഏത് പുരാണത്തിലെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറഞ്ഞത്? ഏതെങ്കിലും ഒരു പുരാണ ഇതിഹാസം എടുത്ത് നോക്കും നിങ്ങൾ, ഉണ്ടോ? ഭീമസേനൻ കാട്ടുന്ന് കല്യാണം കഴിക്കണതാണ് ഹിഡുംബിയെ, അല്ലെ? ഹിഡുംബിയെ കല്യാണം കഴിക്കണത്. നീ പാഞ്ചാലിക്ക് തുല്യമായ എന്റെ പുത്രവധുവാണെന്ന് പറയണത് ആരാ പറയണത്? കുന്തി മാതാവാ പറയണത്. കുന്തി മാതാവാണ് പറയണത് നീ പാഞ്ചാലിക്ക് തുല്യമായി എന്റെ പുത്രവധുവാണ്. നീ കാട്ടുജാതിക്കാരിയാണ്. വേണ്ട വേണ്ട, എന്നെ അതൊക്കെ അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഭാഷ ഉണ്ടല്ലോ, പറക്കാത്ത മകനും കെട്ടാത്ത കല്യാണം എന്നൊക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയല്ല ചെയ്തത്. നീ എന്റെ പുത്രവധുവാണ് എന്ന് പറഞ്ഞത് ഇന്നല്ല. ഇന്നാണെങ്കിൽ ചിലപ്പോൾ പത്രക്കാരെങ്ങാനും കേട്ടാൽ വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അന്ന് ആരും പത്രക്കാരും മാധ്യമങ്ങളൊന്നും ഇല്ല. അവരുടെ ഉള്ളിലുള്ളത് തുറന്നു പറയാൻ പറ്റും. ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞാൽ നീ എനിക്ക് പുത്രവധുവാണ്, ഹിഡുംബി എനിക്ക് പുത്രവധുവാണ് എന്ന് ഭർത്തൃമാതാവായ കുന്തി ദേവിക്ക് പറയാൻ സാധിച്ചെങ്കിൽ അയിത്തോണ്ടോ? ഒരു 19 കൊല്ലം മുമ്പ് വരെ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരുണ്ടായിരുന്നു. എന്താ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തവരെന്ന്? അമ്മായി ചിലപ്പോൾ ജാതിയിൽ ഒരു ലേശം തണളവി, അപ്പൊ അവരുടെ വീട്ടിൽ പോയി എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? കല്യാണം അതാവാം, പക്ഷെ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ ചെറിയ വിഷമമുള്ള കാലത്താണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നീ എൻ്റെ പുത്രവധുവാണ് എന്ന് ഒരു ആദിവാസി സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭീമസേനയിലെ ഹിഡിബിയോട് നീ എൻ്റെ പുത്രവധുവാണ് എന്ന് പറഞ്ഞ കുന്തിമാത. അതാണ് സനാതന ധർമ്മം. അവിടെ എവിടെയാ അകറ്റി നിർത്തലൊക്കെ? തൊഴിൽപരമായ വിവേചനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഹൈറാർക്കി ഉണ്ടാകാം. അതല്ലാതെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാണിക്കുന്ന ഏതെങ്കിലും ഒരു പുരാണ ഗ്രന്ഥം അപ്പൊ പറയും ഇതാണ് വേദം കേട്ട ശൂദ്രന്റെ ചെവിയിൽ. ഇപ്പോഴും ഇന്നലെയും കൂടി ഏതോ ഒരു വിദ്യാസിനെ പ്രസംഗിച്ച് ഞാൻ കേട്ടുട്ടോ, വേദം കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണം സനാതന ധർമ്മം. ഞാനൊന്നല്ല കേട്ടോ, ഒരുപാട് പേര് അത് കേട്ടിട്ട് ഇതുവരെ ചോദിക്കുന്നുണ്ട്, ദൈവമേ അത് ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? വേദം കേട്ട ചെവിയിൽ അല്ലെ ശൂദ്രന്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞ പുസ്തകം ഏതാ? അത് എഴുതിയത് ആരാ? അതിനൊന്നും ഉത്തരമില്ല. വേദം കേട്ട ശൂദ്രന്റെ ചെവിയിൽ ഈയ ഒരുക്കി ഒഴിക്കാൻ ഇവര് ഈയം കണക്കാ. അങ്ങനെയാണെങ്കിൽ വേദവ്യാസനെ ഈയത്തിലിട്ട് പുഴുങ്ങിയെടുക്കേണ്ടിയിരുന്നില്ലേ? വേദവ്യാസൻ ആരാ? മുക്കുവ സ്ത്രീയുടെ പുത്രനാ. മുക്കുവ സ്ത്രീയുടെ പുത്രനാണ്. പോട്ടെ, വാത്മീകി ആരാ? ആദി കാവ്യമായ രാമായണം നമുക്ക് സമ്മാനിച്ച വാത്മീകി ആരാ? നമ്പൂരിയാ? അയ്യരാ? ആണോ? ഷാരോടിയാ? നായരാ? ജാതി പറഞ്ഞോന്നൊന്നും പറയല്ലേ. ഇപ്പൊ അത് പറയണ അത്ര ഫാഷൻ. പറയാത്തവരൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോയി. വേദിയിലൊന്ന് പറയണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നിയമമൊക്കെ വന്നത്. പോട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് കുട്ടിക്കോളൂ. ഇനിയിപ്പോ ആരാ വാത്മീകി? അസല് വേടന വാത്മീകി അല്ലേ? വനവാസി സമൂഹത്തിൽപ്പെട്ട ആ വാത്മീകി നൽകിയ രാമായണമാണ് നമുക്ക് വിശിഷ്ട ഗ്രന്ഥമായി നമ്മൾ ഇന്നും ഭക്തിയോടെ. അതിന്റെ മലയാളമുള്ള അധ്യാത്മ രാമായണമാണല്ലോ നമ്മൾ പഠിക്കാറുണ്ട്. അല്ലെ? തുഞ്ചത്തെ എഴുത്തച്ഛനും നമ്പൂരിയൊന്നുമല്ല. അപ്പൊ ജാതി നോക്കിയൊന്നും അല്ല നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ ഒന്നും സ്വീകരിച്ചിരുന്നത്. നമ്മുടെ ഇവിടെ എവിടെയായിരുന്നു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും? പക്ഷെ ഇടക്കാലത്ത് എങ്ങനെയോ ഈ പ്രാന്ത് നമ്മുടെ എല്ലാവരുടെ ഇടയിലും കയറി. പക്ഷെ ആചാര്യന്മാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ ഭംഗിയായി അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. ഒരുപാട് പരിശ്രമം നമ്മുടെ ആചാര്യന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും നടത്തിയിട്ടുണ്ട്. എല്ലാ സമുദായത്തിലും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമൂഹത്തിലും. അതാണ് നമ്മുടെ പ്രത്യേകത. അത് അയ്യ വൈകുണ്ഠസ്വാമിയാകാം, തൈക്കാട് അയ്യാവാകാം, ശ്രീനാരായണ ഗുരുദേവനാകാം, ചട്ടമ്പി സ്വാമിയാകാം, സദാനന്ദ ഗുരുദേവനാകാം, ശുഭാനന്ദ ഗുരുദേവനാകാം, മഹാത്മാ അയ്യങ്കാളിയാകാം. അങ്ങനെ എല്ലാ സമൂഹത്തിലും, പണ്ഡിറ്റ് കറുപ്പനാകാം, എല്ലാ സമൂഹത്തിലും പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്, ആചാര്യന്മാർ. കാരണം ഇത് ഈ അബദ്ധം നമുക്ക് ഒരുമിച്ചേ മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിൽ നിന്നാണ് ആ പരിവർത്തനം ഉണ്ടായത്. നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി ഒറ്റ ചോദ്യമുള്ളൂ, നമ്മളെ തകർക്കാൻ എളുപ്പം വീണ്ടും അത് നമ്മളിലേക്ക് കുത്തിവെക്കുക എന്നുള്ളതാണ്. ആ കുത്തി വെച്ചാൽ നമ്മുടെ ഇടയിൽ കയറുമോ? നമ്മുടെ ഉള്ളിൽ അതുണ്ടോ? സനാതന ധർമ്മത്തെ സംരക്ഷിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിൽക്കണം. ജാതിയൊക്കെ ഉണ്ട് സത്യം, പക്ഷേ ജാതി ഭേദം വേണ്ട. ഞാൻ മേലെയാന്നോ ഞാൻ താഴെയാന്നോ ആർക്കും തോന്നേണ്ട അവസ്ഥയില്ല. ഒന്നിച്ചല്ലേ നമ്മൾ ഇന്ന് ജീവിക്കരുത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം നമ്മുടെ മനസ്സിലുണ്ടോ? പക്ഷെ എന്നിട്ടും നമ്മുടെ പ്രധാന വിഷയം ഇപ്പോഴും ജാതിയാണ്.
നമ്മളെ ഇന്നും തമ്മിൽ അകറ്റുന്നത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജാതി. കാരണം അതിന്റെ കാരണം സനാതന ധർമ്മത്തെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഇത് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുക. ഏറ്റവും എളുപ്പം ഈ ജാതി ബോധമല്ല, ജാതി ഭ്രാന്ത് നമ്മളിലേക്ക് കുത്തിവെച്ചാൽ വളരെ എളുപ്പമാണ് നമ്മളെ പല തട്ടിലാക്കാൻ. അതിനു വേണ്ടിയുള്ള ഗവേഷണം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? എങ്ങനെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും? എങ്ങനെ അതിജീവിക്കും? ഈ കഥയൊക്കെ അവിടെ കിടക്കൂലേ? ഹിഡിംബി എൻ്റെ പുത്രവധുവാണ് എന്ന് പറഞ്ഞ കുന്തി ദേവി മഹാഭാരതത്തെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ, പുറത്തൊക്കെ ഒന്നും വരണ്ട. ഹിഡിംബി എൻ്റെ പുത്രവധുവാണ് എന്ന് പറഞ്ഞ് സ്വീകരിച്ച കുന്തി ദേവി മഹാഭാരതത്തെ തന്നെ ഇരിക്കണം. നമുക്ക് പറ്റുമോ അങ്ങനെ ഒരു പുത്രവധുവിനെ എടുക്കാൻ? പറ്റുമോ? കുറേ കാലങ്ങളായി ചോദിച്ച് എനിക്ക് നാണൊക്കെ വന്നിടങ്ങി. എന്നാലും ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴാ അപ്പം ഇത് അല്ലെ, കുറേ കല്ല് മാവുമ്പിലെറിഞ്ഞാലാണല്ലോ ഏതെങ്കിലും ഒന്ന് തട്ടിയിട്ട് വാങ്ങാൻ താഴത്തേക്ക് വീഴുക. എന്നിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോഴേ എത്ര കാലം കഴിഞ്ഞാൽ ഈ ജാതി എന്ന മതൊന്ന് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റും? ആലോചിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞത്, പ്രേമിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യം അല്ല കേട്ടോ പറഞ്ഞത്. ജാതി എന്ന ആ ഒരു വേർതിരിവ് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് കല്യാണം ആലോചിക്കാൻ പറ്റുമോ? ഇപ്പൊ ചിലരൊക്കെ പറയുന്നത് ടീച്ചറെ കൊടകന്ന് പെണ്ണ് കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്, കൊണ്ടുതരാൻ പറ്റുമോ? അപ്പൊ പറയണു കൊടകിന്ന് പെണ്ണ് കിട്ടുന്നെങ്കിൽ എത്ര 2 ലക്ഷം 3 ലക്ഷം എന്തോ അവിടെ ഏജന്റുമാർക്ക് കൊടുത്താൽ എത്ര കൊടകന്ന് പെണ്ണ് കിട്ടുള്ളൂ? വേണ്ട. നിങ്ങൾ ഹൈന്ദവ സംഘടനകളെ ഉത്തർപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നോ ഒക്കെ കുറച്ച് പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന സമൂഹ വിവാഹം നടത്തിക്കൂടെ? ഇപ്പൊ ഞങ്ങളോടൊക്കെ പലരും ചോദിക്കണതാ. കാരണം എന്താ? ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ കെട്ടാക്കുറ്റിയോളായിട്ട് നിൽക്കുക എന്നാ പറയുന്നത്. പല നാട്ടിലും ആണുങ്ങൾ കെട്ടാക്കുറ്റിയോളായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉത്തർപ്രദേശിൽ നിന്നോ ഉത്തരാഖണ്ഡിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്ന് വരെ ചോദിക്കുന്നവരുണ്ട്. ഹൈന്ദവ സംഘടനകൾ വിചാരിച്ചാൽ നടക്കില്ല എന്നാ ചോദിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളതിലേക്ക് ഞങ്ങളെയൊക്കെ അല്ലെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 500 സ്ത്രീകളെ 1000 സ്ത്രീകളെയൊക്കെ വെച്ചിട്ടുള്ള സമൂഹ വിവാഹം നടത്തണം. 1000 ഒന്നും കൊണ്ടുവന്നാലേ അത് ആനവായാലും അമ്പാഴങ്ങ പോലെ ഉണ്ടാവുള്ളൂ. കാരണം 1000 പെണ്ണ് കൊണ്ടുവന്ന് 1000 ആളല്ലേ കെട്ടിക്കാൻ പറ്റും. ഇവിടെ ആയിരങ്ങളല്ലോ 10,000ങ്ങളും ലക്ഷങ്ങളല്ലേ കെട്ടാണ്ട് നിൽക്കണത്. അപ്പൊ ഈ ഗണ്ണങ്ങളെ ഒഴുക്കിക്കൊണ്ടിരുന്ന കാര്യം അവിടെ ഉള്ളവരെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടോ നിശ്ചയില്ല. അതുകൊണ്ട് ഇവിടെ ജന്മത്തിൽ പെൺകുട്ടികൾ ഇല്ലേണ്ടി ചെയ്യും ഏതെങ്കിലും ഒരു തലമുറയിൽ അല്ലല്ലോ. അപ്പൊ എവിടെയോ പഴവ് പറ്റുന്നില്ലേ നമ്മുടെ ഇത്? അപ്പോ ഒരു ചെറിയ ചിന്തയൊക്കെ ആവാം. നമ്മുടെ ഒരുമയ്ക്ക് ആദ്യം വേണ്ടത് നമ്മളിലേക്ക് കടത്തിവിടുന്നത് ജാതി ഭ്രാന്താണെങ്കിൽ അതിനുവേണ്ടി എല്ലാ അടവും പയറ്റുന്നുണ്ട്. ചെറിയ അടവുകളൊന്നും അല്ല പയറ്റണത്. നമുക്കിടയിലേക്ക് ജാതി ഭ്രാന്ത് കടത്തിവിടാൻ എല്ലാ അടവും. എന്തിനാ പറയുന്നത്? ഊണ് കഴിച്ച് വലിച്ചെറിയണ ഇലയിൽ വരെ ജാതി തപ്പിത്തെറിയണവരുണ്ട്. മറ്റേ ഈ മസാല ദോശ ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന ഉഴുന്നുവടയിൽ വരെ ജാതി ഉണ്ടോ എന്ന് നോക്കണവരുണ്ട്. അതൊക്കെ ഇവിടെ വലിയ ചർച്ച നടന്ന വിഷയങ്ങളതൊക്കെ. ഉഴുന്നുവടയുടെ ജാതി എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് വരെ ജാതിയൊക്കെ തപ്പിത്തെറിഞ്ഞ് നടക്കുന്ന കാലത്ത് നമുക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതിൻ്റെ ആ മാറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ക്ഷേത്രങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? രമണ മഹാവിഷ്ണുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുക അല്ലേ? മഹാവിഷ്ണുവിന് ഏതെങ്കിലും ജാതി വ്യത്യാസം ഉണ്ടായിരുന്നോ? മീനായും മാമയായും പന്നിയായും നരസിംഹമായും ഒക്കെ ഭൂമിയിൽ വരുമ്പോൾ എല്ലാ ജീവികളും ഒന്നെന്നല്ലേ ഭഗവാൻ കാണിച്ചത്? എല്ലാ ജീവികളും ഒന്നെന്ന് കാണിച്ച ഭഗവാന്റെ പിറന്നാളിൽ ഹൈന്ദവ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടെയുള്ള ആളുകൾ ഈ ക്ഷേത്രം മാതൃകയാക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു ക്ഷേത്രമൊക്കെ ഏറ്റെടുത്താൽ വിജയിച്ചു വെച്ചിട്ടായിരിക്കണത്. ഒരു ക്ഷേത്രം ഏറ്റെടുത്ത് അടുത്ത ക്ഷേത്രം ചെയ്തോളും. അങ്ങനെയല്ലേ നമ്മൾ ലക്ഷദ്വീപൊക്കെ തുടങ്ങിയത് അല്ലേ? ലക്ഷദ്വീപൊക്കെ തുടങ്ങി അല്ലേ? ഒരു ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാനൊക്കെ അന്തം വിട്ടു. 1 ലക്ഷം വിളക്കെത്തിക്ക്. അന്നതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇന്നത് നടത്തി കൊടുക്കുന്ന പ്രൊഫഷണൽ സംഘങ്ങളുണ്ട്. അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. വിളക്ക് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യും. എണ്ണ കൊണ്ട് അത്യാവശ്യം ഒന്ന് കത്തിക്കാൻ നിന്ന് കൊടുത്താൽ മതി. 1 ലക്ഷം ദീപമൊക്കെ നിഷ്പ്രയാസം 10 ലക്ഷമൊക്കെ കത്തിക്കാന്നുള്ളതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. ഒരമ്പലം ചെയ്ത് അടുത്ത കൊല്ലം നമുക്ക് വേണം ലക്ഷദ്വീപം നമുക്ക് നടത്തണം, മറ്റേത് നടത്തണം. ഒരമ്പലം തുടങ്ങി വെച്ചാൽ നമ്മൾ അങ്ങനെ മാലപ്പടക്കത്തിന് തീ കൊടുക്കണ മാതിരി അടുത്ത അമ്പലങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായൊരു കാര്യം നമ്മളിലെ ജാതി ഭ്രാന്ത് ഒഴിവാക്കാൻ, നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവായി പോകാൻ ഈ ക്ഷേത്രത്തിന് അത്തരമൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കും. ജാതിക്കതീതമായ വിവാഹങ്ങൾ നടത്തിക്കൊണ്ട് മാതൃകയുണ്ടാക്കാൻ പറ്റും ക്ഷേത്രത്തിന്.
ശ്രീനാരായണ ഗുരുദേവൻ അത് ചെയ്തു, ചട്ടമ്പി സ്വാമി ഇത് ചെയ്തു, മറ്റോരത് ചെയ്തു, മറിച്ചോര് ഇത് ചെയ്തു, എരഞ്ഞമണ്ണ അമ്പലം എന്ത് ചെയ്തു? ഇതിന്റെ കാലങ്ങളായുള്ള ഭരണസമിതി എന്ത് ചെയ്തു? ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയിട്ട്, ഹൈന്ദവ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്. ക്ഷേത്രങ്ങളുടെ പരമവും പ്രധാനമായ ലക്ഷ്യം അതാണല്ലോ. മഹാവിഷ്ണുവിനെ ഇപ്പൊ നമ്മളൊക്കെ നന്നാക്കണം, ശക്തി വെക്കണം, വേണ്ടല്ലോ. ആ ശക്തിക്ക് മുന്നിലാണല്ലോ നമ്മൾ വണങ്ങണത്, ആ ഐശ്വര്യത്തിന് മുന്നിലാണല്ലോ നമ്മൾ കൈകൂപ്പുന്നത്, അല്ലേ? ആ സമ്പത്തിന് മുന്നിലല്ലേ നമ്മൾ കൈ നീട്ടുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്താ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ളത്? ആ ഭഗവാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഐശ്വര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മൾ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തുക. അപ്പോ ജാതി ഒരു ഭ്രാന്തായി കുത്തിച്ചെലുത്താൻ ശ്രമിക്കുന്നവർക്ക് പ്രത്യുത്തരം കൊടുക്കേണ്ടത് ക്ഷേത്രങ്ങളാണ്. ജാതി ഭേദത്തിനപ്പുറമായി ക്ഷേത്ര നടകൾ മാറണം. ഇത്തരം ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അവർ നമ്മുടേതായ എല്ലാ കാര്യത്തിനെയും കയറി ആക്രമിക്കും. അവിടെ ചിലപ്പോൾ ഗണപതി മിത്തായി പോകും, അല്ലേ? മറ്റേ എന്താണ് പറയേണ്ടത്, രാമൻ രാവണനേക്കാൾ മോശവും. ഇപ്പം അങ്ങനെയാണ് അത്ര. രാമായണം എഴുതിയിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു, രാമായണം എഴുതി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. എത്രയോ തലമുറകൾ രാമായണം പഠിച്ചു. രാമനെ ഓരോരുത്തരുടെയും നാവിൻ്റെ തുമ്പിൽ രാമനാമം ഏറ്റവും പുണ്യമായ മോക്ഷപ്രദായമായ നാമമായി മാറി. ഇപ്പൊ ചിലത് പറയുക രാമൻ മോശമാണ്, രാവണനാണത്ര. അന്ന് അങ്ങനെ എഴുതാൻ ആർക്കെങ്കിലും തടസ്സം ഉണ്ടായിരുന്നു? രാമൻ മോശവും രാവണൻ നല്ലതുമായിരുന്നെങ്കിൽ അങ്ങനെ എഴുതാൻ വാത്മീകിക്ക് എന്തായിരുന്നു കുഴപ്പം? രാമൻ ഒരു പാർട്ടിക്കാരനും രാവണൻ വേറൊരു പാർട്ടിക്കാരനും, അതിൽ രാമന്റെ പാർട്ടിയായിരുന്നു വാത്മീകി? അല്ലല്ലോ. എവിടെയാണോ രാവണന്റെ ഒരു നന്മയും എഴുതാതിരുന്നിട്ടില്ല രാമായണത്തില്, ദുര്യോധനന്റെ ഒരു നന്മയും മഹാഭാരതത്തിൽ എഴുതാതിരുന്നിട്ടില്ല. എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ഒരു കനം. അല്ലാതെ ഇപ്പോഴത്തെ സിനിമയിലൊക്കെ കണ്ടമാതിരി വില്ലനെന്നാണ് പറഞ്ഞാൽ എല്ലാ തരത്തിലും മോശമെന്നല്ല, എല്ലാ തരത്തിലും മോശം പറഞ്ഞിട്ടില്ല. രാവണന്റെ കഴിവുകൾ, നല്ല ഭക്തനാണ്, നല്ല വയ്യാകരനാണ്, അല്ലെ? എന്താ പറയേണ്ടത്, എല്ലാ പാണ്ഡിത്യവും തികഞ്ഞ ആളാണ്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞത് ഇപ്പോഴുള്ള ആരുമല്ല, വാത്മീകി തന്നെ പറഞ്ഞിട്ടുണ്ട്. വാത്മീകി തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാമന്റെ ഗുണങ്ങളെ പൂഴ്ത്തി വെച്ചുകൊണ്ട് രാമൻ മോശമാണെങ്കിൽ അത് തുറന്നു പറയാനും, രാവണനാണ് മികച്ചതെങ്കിൽ അത് പറയാനും രാവണന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ കൊണ്ടുപോയിട്ട് തലതിരിച്ചിടുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബൈബിളിലും ദുഷ്ടകഥാപാത്രങ്ങളും നല്ല കഥാപാത്രങ്ങളും ഇല്ലേ? ഇസ്ലാമിക വിശ്വാസപ്രകാരവും അങ്ങനെയില്ലേ? ഇന്ന് ആരെങ്കിലും അതിലൊക്കെ ഗവേഷണം നടത്തിയില്ലേ? അതല്ല കേട്ടോ, ചതിയൻ ചന്തുവാണ്, അല്ലെ? ചന്തു അല്ല ചതിയൻ. എന്താ പറയാ, വടക്കൻ വീരഗാഥയിൽ വന്നപ്പോ അതുവരെ നമ്മൾ ചതിയൻ ചന്തു കേട്ടത്, പിന്നെ കേട്ടു ചതിയൻ അല്ലത്ര, ചന്തുവാണത്രേ. ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു മതഗ്രന്ഥത്തിലെ കാര്യം എടുത്ത് തിരിച്ചമർച്ചിടും. നന്മ കഥാപാത്രമൊക്കെ തിന്മയും, തിന്മ കഥാപാത്രമൊക്കെ നന്മയുമായിട്ട് വരൂ? ഇല്ല. എന്റെ നമ്മുടെ മാത്രം പോസ്റ്റ്മോർട്ടം നടത്തുന്നത്? അത് നടത്തിയാലും ഒന്നിച്ചു നിന്ന് പ്രതികരിക്കാൻ സാധ്യമല്ല. നമ്മളെ പറഞ്ഞവര് നമ്മുടെ പാർട്ടിയാണോ? പറഞ്ഞവര് നമ്മുടെ ജാതിയാണോ? നമ്മളെ ഇടപെടേണ്ട കാര്യത്തിൽ അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ ഒന്നിച്ചൊന്ന് പ്രതികരിക്കുമെന്ന് വന്നു നോക്കട്ടെ. ഈ തരത്തിൽ പറയുമോ? ആ ഒന്നിച്ചൊന്ന് നിൽക്കാൻ അതിനൊക്കെ കേന്ദ്രമാകേണ്ടത് ക്ഷേത്രമാണ്. നമ്മുടെ എല്ലാ തരത്തിലുമുള്ള മുന്നോട്ട് പോക്കിന്റെ അടിസ്ഥാന കേന്ദ്രമായി ക്ഷേത്രങ്ങൾ മാറണം. നമ്മുടെ ആചാര്യന്മാരൊക്കെ ക്ഷേത്രങ്ങളിലൂടെ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് വരണം, അല്ലേ? ഒന്നിച്ച് നന്നായി മുന്നോട്ട് പോകണം. അല്ലാതെ ഓരോരുത്തർ വരുന്നു, അവരവരുടെ കാര്യം നോക്കി പോണു, അമ്പലം വേറൊരു വഴിക്ക് പോണു, അമ്പലത്തിന്റെ കമ്മിറ്റിക്ക് എന്തേലും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഉത്സവം നടത്തണു, അതല്ലെങ്കിൽ നിർമ്മാണം നടത്തണു. ഇങ്ങനെ നടക്കാനുള്ളതല്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ജാതിക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെ ഒരുമിപ്പിക്കുന്ന കേന്ദ്രമാകണം. സനാതനധർമ്മം നമ്മളിൽ പുലർത്താൻ വേണ്ടുന്നതെല്ലാം നമുക്ക് കിട്ടേണ്ടുന്ന അനുഭവങ്ങൾ ഇവിടെ നിന്നാണ്. അപ്പൊ അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്നല്ല, അല്ലെ? ഒരു കാര്യം, ഈ ജാതിക്ക് അതീതമായി നമ്മുടെ നീക്കം നടക്കേണ്ടത്. ഇതിപ്പോ നിങ്ങളാരും സമൂഹ മറ്റേ പന്തിഭോജനമൊന്നും നടത്തണ്ട, ആണോ? ഇനി നടത്തേണ്ടത് എന്താണ്? ഇപ്പൊ ആകെ നടക്കാത്തൊരു കാര്യം വിവാഹമാണ്. നടക്കുന്നുണ്ട്, പക്ഷെ അത് നമ്മളൊരു സ്വഭാവമാക്കി മാറ്റിയിട്ടില്ല. അതൊരു സ്വഭാവമാക്കി മാറ്റാൻ പറ്റുമോ? ജാതിക്ക് അതീതമായ വിവാഹങ്ങൾ ഒരു സ്വഭാവമാക്കി മാറ്റാൻ പറ്റുമോ? പെട്ടെന്നൊന്നും ദഹിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ദഹിക്കണം. കുറച്ച് കാലങ്ങൾ എടുത്താലും അത് ദഹിച്ചേ മതിയാകുള്ളൂ. അപ്പൊ അത്തരം വിവാഹങ്ങൾ ഈ ഗ്രാമത്തിനകത്ത് തന്നെ മാതൃകാപരമായി നടത്തി കാണിക്കാൻ ഇവിടുത്തെ ക്ഷേത്രത്തിന് കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിയുമെന്ന് വിചാരിക്കുന്നു.
നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ധർമ്മത്തിൻ്റെ സന്ദേശങ്ങൾ ഒപ്പം എത്തിക്കണം. അവിടെയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും ഒരു സംരംഭം, ഏതുമായിക്കൊള്ളട്ടെ, ആധ്യാത്മികമായ ധാർമ്മികമായ അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം ക്ഷേത്രങ്ങളിൽ ഉണ്ടായേ മതിയാകും. സനാതനധർമ്മം മാത്രം മോശം 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 എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലേ? ഒരു ഭാഷ എന്ന നിലയിൽ വെറുക്കപ്പെടുന്ന ഭാഷ ഏതാ? എല്ലാ ഭാഷയും നമുക്ക് കൗതുകമാണ് അല്ലേ? 6 നാട്ടിൽ 100 ഭാഷ. മലയാളം പോലും ഒരേപോലെ അല്ലല്ലോ നമ്മളൊക്കെ സംസാരിക്കുക, ആണോ? വടക്കൻ ഭാഷ വേറെ, തെക്കൻ ഭാഷ വേറെ, നടുക്കര ഭാഷ വേറെ. ഭാഷ പോലും അതൊക്കെ രസമല്ലേ കേൾക്കാൻ. പക്ഷേ ഭാഷയ്ക്ക് പോലും ചില ഭാഷകളോട് വെറുപ്പുണ്ട്. അത്തരത്തിലൊന്നാണ് സംസ്കൃതം. എന്ത് പിഴവേ സംസ്കൃതം കാണിച്ചത് ചിന്തിക്കൂ. ഭാഷയോട് പോലും അയിത്തം കൽപ്പിക്കുന്നു. ഇവിടുത്തെ LP സ്കൂളിൽ ഇപ്പോഴും സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ആലോചിച്ചു, നമ്മളൊക്കെ പഠിച്ചിട്ടല്ലേ പറഞ്ഞത്. എപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ സംസ്കൃതം പഠിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ പറയുക? അത് മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പം പിന്നെ ഇംഗ്ലീഷ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? അത് മാതൃഭാഷയല്ലല്ലോ. നമ്മൾ പഠിപ്പിക്കുന്നില്ലേ? 1 മുതൽ 4 വരെ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ലേ? മാതൃഭാഷയല്ലല്ലോ. അറബി പഠിപ്പിക്കുന്നില്ലേ? മാതൃഭാഷയാണോ? അല്ലല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ എന്തേ താല്പര്യമുള്ളവർ പഠിച്ചോട്ടെ എന്നെങ്കിലും വെച്ചിട്ട് നമുക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ കഴിയാത്തത്? അതിന് സനാതന ധർമ്മവുമായി ഈ നാടിന്റെ സംസ്കൃതിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് അതിനെ അകറ്റി നിർത്താം. അവർക്ക് അകറ്റി നിർത്താൻ കാരണമുണ്ട്. നമുക്ക് ചേർത്ത് പിടിക്കാൻ അതിനേക്കാൾ 1000 കാരണങ്ങളില്ലേ? അവർക്ക് അകറ്റി നിർത്താൻ സനാതന ധർമ്മത്തോടുള്ള വെറുപ്പ് മാത്രമാണ് കാരണം. പക്ഷെ നമുക്കതിനെ ചേർത്ത് പിടിക്കാൻ 1000 കാരണങ്ങളില്ലേ? നമ്മുടെ അമ്പലത്തിൽ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഏതാ ഭാഷ? അവിടെ പൂജയ്ക്കും പ്രതിഷ്ഠയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഏത് ഭാഷയിലാണ്? നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഏത് ഭാഷയിലാണ്? നമ്മൾ ചൊല്ലുന്ന ശ്ലോകങ്ങളും നമ്മൾ ചൊല്ലുന്ന നാമവും ഏത് ഭാഷയിലാണ്? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലേ? ഓം നമോ ഭഗവതേ നാരായണായ മലയാള ആണോ? നിസ്സാരൊരു കാര്യം. ഇതെല്ലാം സംസ്കൃത ഭാഷയിലാണ്. അപ്പോൾ അവരുടെ കെണിയിൽ നമ്മൾ വീണുപോയി. അവർ പഠിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ പഠിക്കണം എന്ന് പറയാൻ നമ്മൾ എത്ര പേരുണ്ടായി? പഠിപ്പിച്ച് മാതൃക കാണിക്കാൻ നമ്മൾ എത്ര പേരുണ്ടായി? അമ്പലങ്ങളിൽ ക്ലാസ് തുടങ്ങാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? സംസ്കൃത ക്ലാസ് തുടങ്ങാൻ, സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ, മുതിർന്നവർക്കും അല്ലേ കുട്ടികൾക്കും ഒരുപോലെ സംസ്കൃത ഭാഷ പഠിപ്പിക്കാൻ. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല. ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, അതങ്ങനെ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് നമുക്ക് വായിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗ്രന്ഥത്തിലുള്ളത് എന്താന്ന് പറയുന്നത് മറ്റുള്ളവരെ എതിർക്കുമ്പോഴാണ് അറിയണത്. രാമായണത്തിൽ ഒരു കഥാസന്ദർഭം നമുക്കറിയില്ലെങ്കിലും മറ്റേ ശ്രീരാമൻ ബാലിയെ കൊന്നത് നമുക്കറിയാം, സീതയെ ഉപേക്ഷിച്ച. കാരണം ഇതൊക്കെയാണ് മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എതിരാളികൾ പറയുന്നത് ഒഴിച്ച് നമുക്ക് നമ്മുടെ മതഗ്രന്ഥത്തെ പറ്റി ബാക്കി എന്താ അറിവുള്ളത്? ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗം ഉണ്ടാവും? ഈ അവശത മാറ്റേണ്ടത് ക്ഷേത്രങ്ങളാണ്. ഈ അവശത മാറ്റാൻ മറ്റാർക്കും കഴിയില്ല, ക്ഷേത്രങ്ങൾക്കേ കഴിയൂ. അപ്പൊ നിർമ്മാണത്തിന് വാശി കാണിക്കുന്നത് പോലെ, ഉത്സവത്തിന് വാശി കാണിക്കുന്നത് പോലെ ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് കൂടി ഒരു വാശി നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. അടുത്ത പിറന്നാളാകുമ്പോഴേക്കും ചില കാര്യങ്ങളെങ്കിലൊക്കെ ചിന്തിച്ചാൽ കൊള്ളാമായിരുന്നു. നമ്മുടേതൊന്നും പറയാൻ പോലും നമുക്ക് മടിയാണ്. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണല്ലോ അല്ലേ? നമുക്ക് ഭഗവാൻ ഗോപാലകനാണ്, ഗോപരിപാലകനാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടുന്ന് വിടുമോ? എന്താ ഗോപാലകൻ ഗോപരിപാലകനൊക്കെ? പശുവിനെ സംരക്ഷിക്കണേ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ മടിയല്ലേ നമുക്ക്? പെട്ടെന്ന് ഒരു മാറ്റവും വരുത്താനല്ല, പക്ഷെ എന്താണ് സങ്കല്പം എന്നെങ്കിലും നമുക്ക് കിടക്കണ്ടേ? ഗോവിന്ദനും ഗോപരിപാലകനും അല്ലേ, ഗോപാലകനും ഒക്കെയാണ് ഭഗവാൻ. പണ്ട് നമുക്ക് പാലിന് ഇത്ര വലിയ ആവശ്യമൊന്നുമില്ല, ഉണ്ടോ? നമ്മുടെയൊക്കെ ഒരു 10-50 കൊല്ലം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. ഇപ്പം എനിക്ക് എൻ്റെ കല്യാണ സമയത്തൊക്കെ അറിയാം, അന്ന് ഈ പഞ്ചാര പായസമൊക്കെ 2ാമത് കുറേശ്ശെ കൊടുക്കുള്ളൂ അല്ലേ? എന്താ കാര്യം? പാലിഷ്ടം പോലെ കിട്ടാനില്ല. പഞ്ചാര പായസം ഉണ്ടാക്കണമെങ്കിൽ പാല് വേണ്ടേ? അതുകൊണ്ട് തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. നാട്ടുകാരൊക്കെ കൂടെ പിഴിയാനും തോർത്തുകൊണ്ട് വെച്ച് പിഴിഞ്ഞാൽ സാധനമായി. ഇതേപോലെയല്ലല്ലോ പാല്. ഈ പാല് ഇഷ്ടം പോലെ കിട്ടാനില്ലാത്തതുകൊണ്ട് മദ്യാവോളം പാൽപ്പായസം കൊടുക്കാൻ സാധിക്കില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? നാഴിയൂരി പാല് കൊണ്ട് നാടാകെ കല്യാണമാണ്.
ഇന്ന് പാല് കുടിക്കാൻ വേണം, ചായക്ക് വേണം, തൈരിന് വേണം, മോരിന് വേണം, ചീസിന് വേണം, മറ്റെന്താണ് മറ്റേ പനീറിന് വേണം, അല്ലേ, ഈ ഐസ്ക്രീമിന് വേണം. പാലല്ലാതെ പാലിന് തന്നെ ഒഴുകിയാണ് നമുക്ക്. അതിനത്ര പശുക്കളെവിടെ? ഇതിന് മാത്രം പശുക്കളെവിടെ? പാലില്ലാതൊരവസ്ഥ ഇല്ലല്ലോ. ഉണ്ടോ? മോരും തൈരും പാലും വെണ്ണയും നെയ്യും മറ്റെന്താന്നാ പറയേണ്ടത്, പനീറും, എന്തൊക്കെ പാലിന്റെ വിഭവങ്ങൾ. ഇനി നിങ്ങൾക്ക് മറ്റേ 10 ലക്ഷം ആൾക്ക് പാൽപ്പായസം കൊടുക്കണം, പാല് കിട്ട ഒരു പണിയില്ല. വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ 10 ലക്ഷം ആൾക്ക് കൊടുക്കാനുള്ള എവിടുന്ന ഈ പാല് വരുന്നത്? വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. പശു ഇല്ലാതെയും പാലുണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെയോ അത്ഭുത സിദ്ധികൾ നമുക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം പശുവിനെ ഇതിനത്രയൊന്നും നമുക്ക് കാണാനില്ല. പശുവിനെ വളർത്തണം എന്ന് പറയണ എന്നെ മോശമാണെന്ന് പറയുന്നത്. നമ്മളെങ്കിലും വളർത്തി കാണിക്കണ്ട അല്ലേ? ഭഗവാൻ ഗോവിന്ദനാണ്, ഗോപരിപാലകനാണ്, അല്ലേ, ഗോപാലകനാണ്, എല്ലാമാണ്. ആ പശുവിനെ സംരക്ഷിക്കുന്നത് സനാതന ധർമ്മത്തിന്റെ അടിത്തറയാണെങ്കിൽ പശുവിനെ സംരക്ഷിക്കണം എന്ന് പറയാൻ പേടിയാ. ചാണകം നോറ്റ വിളിച്ചാലോ എന്ന്. ചാണകം നോറ്റ വിളിച്ചാലോ? ഈ വിളിക്കണേന്റെ മുമ്പ് നമുക്ക് ചാണകത്തിന് പ്രസക്തി ഇല്ലായിരുന്നില്ലേ? ഇപ്പോഴല്ലേ ചാണകം എന്നുള്ള വിളിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, അല്ലേ? മുറ്റത്ത് ചാണകം കലക്കി തളിച്ചിരുന്നതും വിതന ചാണകം ഇതാക്കി ശുദ്ധാക്കിയതൊക്കെ നമ്മൾ തന്നെ ആയിരുന്നില്ലേ? അന്നെന്തേ ചാണകം പാർട്ടി മാറിയിരുന്നു? എനിക്കറിയില്ല. അന്ന് ചാണകം വേറെ ഏതോ പാർട്ടിക്കാരുടെയും, ഇപ്പൊ ചാണകം മാറിയതോ പാർട്ടി, ചാണകം പാർട്ടി മാറി ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട്. അതുപോലും പറയാൻ മടിയുള്ളൊരു സമൂഹം. പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ എതിർക്കാതിരിക്കുക? നമ്മുടേതായ എല്ലാം നമുക്ക് തന്നെ മോശമായിട്ട് തോന്നുകയാണ്. നമുക്ക് കൃത്യമായൊരു ആഹാരശീലം ഉണ്ടായിരുന്നു. നടക്കാൻ വേണ്ടിയിട്ടൊന്നും പറയണതല്ല, ഒരു ആഹാരശീലം ഉണ്ടായിരുന്നു. അത് ഏറെക്കുറെ സൂര്യനുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് പറയുന്നത്. സൂര്യൻ ഉച്ചയിൽ നിൽക്കുന്ന സമയത്താണ് നല്ല ഭക്ഷണം കഴിക്കുക. ഉച്ചനേരത്തല്ല ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക സൂര്യൻ്റെ. കാരണം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ സൂര്യനുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്നാണ്. അപ്പം രാവിലെ കുറേശ്ശെ തുടങ്ങി, അല്ലേ, ഉച്ചയ്ക്ക് ഗംഭീരമായി കഴിച്ച് അത്താഴം അത്തിപ്പഴത്തോളം, അത് പറ്റുമെങ്കിൽ നേരത്തെ, എത്രത്തോളം നേരത്തെ ആക്കാമോ അത്രത്തോളം നേരത്തെ. വിദ്യാസുരന്മാരോ ഓരോന്ന് പറഞ്ഞില്ലേ, നമ്മളെന്തിനാ അതൊക്കെ ചെവിയാക്കാൻ പോണത്? പക്ഷെ അവർക്ക് അത്ര വിഡ്ഢിത്തം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം അന്നൊരു ഡോക്ടറെ കാണണമെങ്കിൽ എവിടെയും ഇല്ല. എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു അപ്പോത്തിക്കിരി പാലക്കാടായിട്ടുണ്ടായിരുന്നു. ഡോക്ടറല്ല, അപ്പോത്തിക്കിരി പാലക്കാട്, വേറെ എവിടെയും ഇല്ല. ബാക്കി നാട്ടുവൈദ്യന്മാർ എന്തേലൊക്കെ കുത്തിക്കലക്കി അങ്ങോട്ട് കിടത്തി കൊടുത്താൽ അതേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അന്ന് ഇത്രയും രോഗങ്ങളുണ്ടായിരുന്നു. കാര്യം പകർച്ചവ്യാധികളൊക്കെ വന്നിട്ടുണ്ടാകാം, കോളറ വന്നിട്ടുണ്ടാകാം, അന്ന് മരണങ്ങൾ അധികം അങ്ങനത്തെ പകർച്ചവ്യാധികൾ വന്നിട്ടുണ്ട്. അതിനെതിരെ നമുക്ക് ഇപ്പോഴാണ് കാര്യമായി പ്രതികരിക്കാൻ സാധിക്കുന്നത്. അത് ശരിയാണ്. അന്ന് പകർച്ചവ്യാധികൾക്ക് മുന്നിൽ നമ്മൾ പകച്ചു നിന്നിരുന്നു എന്നൊരു സത്യം. പക്ഷെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ? എനിക്കൊരു രോഗവും ഇല്ല. പറയാൻ പറ്റുമോ? പണ്ട് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴോ കഴിക്കാണ്ടായപ്പോൾ ഒന്നിട്ട് വേണ്ടേ, ഇനി ഒന്നിട്ട് പറ്റൂല. ഇതല്ലേ സത്യം? എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ തലമുറയൊക്കെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആഹാരം കൊണ്ട് പോലും അവർക്ക് തൃപ്തി കിട്ടുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാനൊരു തൃപ്തിയുണ്ട്, അതുപോലും അവർക്ക് കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ട്? അതിരാവിലെ തുടങ്ങുകയാണ് നാവിൻ്റെ രുചി കളയുന്ന അതിരൂക്ഷമായ മസാലകൾ രാവിലെ തുടങ്ങുകയാണ്. എരിവ്, പുള്ളി, മറ്റല്ലേ, ഇതൊക്കെ ഭഗവത്ഗീതയിൽ തരം തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. സാത്വികമായ ആഹാരം, രാജസമായ ആഹാരം, താമസമായ ആഹാരം, അല്ലേ? നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് എടുത്ത് ഇപ്പം എല്ലാവരും അത് നോക്കിയിട്ടുള്ള ഭക്ഷണമൊക്കെ പാകം ചെയ്യുക, അല്ലേ? എല്ലാ ഫുഡ് ബ്ലോഗർമാരും എന്താന്ന് പറയുന്നത് റെസിപ്പികളെയും കൊണ്ടാണ് എല്ലാവരും ഇപ്പം അത് നോക്കിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടാണ് പലരും ഇങ്ങനെ ഇളക്കുക. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അന്തം വിടും. ആദ്യം എന്താണ്, സവാള അരിയുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിയുക, അതിനുശേഷം അതിൻ്റെ കൂടെ 4 പച്ചമുളക് ഇട്ട് വഴറ്റുക, അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇടുക, പിന്നെ കാശ്മീരി മുളക് പൊടി ഇടുക, ശേഷം വീണ്ടും മുളക് പൊടി ഇടുക, പിന്നെ ചാറിന് വേണ്ട മുളക് പൊടി. എന്താ ഈ കാട്ടിക്കൂട്ടണത്? ആലോചിച്ച് നോക്കുന്നത്. ഒരു സാധനത്തിനകത്ത് എത്ര എരിവ് നമ്മളെ കലർത്തി. നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പഴയ വിശ്വാസം പറയുന്നത് അങ്ങനെ എരിവ്, പുളി, രൂക്ഷമായ കാര്യങ്ങൾ, അല്ലേ, അത് നമ്മളിൽ എന്തൊക്കെയോ ചില രാക്ഷസീയത വളർത്തും എന്നൊരു ഭയം അവരിലുണ്ടായിരുന്നു. നിങ്ങൾ കഴിക്കേണ്ടെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു അങ്ങനെ എന്തൊക്കെയോ ഈ എരിവ്, പുളി തുടങ്ങിയ കാര്യങ്ങൾ അമിതമായി ചെല്ലുന്നത്, അല്ലേ, നമുക്ക് ആദ്യമായിട്ട് കൂടുതൽ ചൂട്, കൂടുതൽ തണുപ്പ്, എല്ലാറ്റിനും ഒരു മിതമായ അവസ്ഥയിൽ ഭക്ഷണം വേണമെന്ന്. ഇപ്പൊ ചൂട് എന്നൊക്കെ പറഞ്ഞ തീ പാത്രത്തിനുള്ളിലല്ലേ, പണ്ട് അടിയിലല്ലേ
കളിക്കുന്നത്. ഇപ്പൊ എവിടെയാണ്? പാത്രത്തിനുള്ളിലാണ് തീ കിടന്ന് കളിക്കുന്നത്, ഇല്ലേ? കാണാറില്ലേ? പാത്രത്തിനുള്ളിൽ ഇങ്ങനെ തീ കിടന്നിട്ട് ഇങ്ങനെ. പണ്ട് എന്തോ ഈ ചില ഇതിലൊക്കെ കാണും, വായെന്ന് എണ്ണ ഊതിയിട്ട് തീയൊക്കെ ഇങ്ങനെ പറത്തണമാതിരി പാത്രത്തിൻ്റെ ഉള്ളിൽ. എന്താ രസമല്ലേ? എന്നിട്ടോ ഏത് ഭക്ഷണം കഴിച്ചാലും തൃപ്തിയില്ല. കഴിക്കാനൊരാഗ്രഹം തോന്നും, അപ്പം കഴിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള കമ്പം കഴിഞ്ഞു. ഭക്ഷണം കൊണ്ട് പോലും ഒരു തൃപ്തി ഒരാൾക്ക് വരുന്നില്ല എന്ന നഗ്നമായ സത്യം പറഞ്ഞാണ്ട് മണ്ടയ്ക്ക് കയറിയിട്ട് കാര്യമില്ല. അങ്ങനെ ചിലത് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി നമ്മുടെ വീടുകളിൽ മാറ്റം വരുത്താൻ നമുക്ക് ആരോടും പറയണ്ടല്ലോ. ഒന്നും മാറ്റം വരുത്തണമെന്നല്ല കേട്ടോ. പക്ഷെ ഇടയ്ക്കെങ്കിലും ചില ഉപവാസങ്ങളുടെയോ ചില അനുഷ്ഠാനങ്ങളുടെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാത്വിക ഭക്ഷണം ശീലമാക്കുക. ആവാലോ. എരിവും പുളിയും അല്ലേ, ഉപ്പും ചൂട് തണുപ്പ് എല്ലാം ഒരു മിതമായ വിധത്തിലുള്ള ആഹാരം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, അത്രയൊക്കെ ഇപ്പോൾ മോഹിക്കാൻ പറ്റുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശീലിക്കുക. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഈ ആഹാരശീലമൊക്കെ മാറിയത് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥത, നമ്മളുടെ ഒരു തൃപ്തിയില്ലായ്മ മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുന്ന സത്യമൊന്നുമല്ല അത്, നമ്മളെ നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും മാറ്റണ്ട കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം അറിയാൻ ഇടയ്ക്കൊരു ദിവസം, ഇപ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ നവരാത്രി വരുന്ന 9 ദിവസമല്ലേ, 9 ദിവസം അത്തരത്തിൽ ലളിതമായ ഭക്ഷണം, സാത്വികമായ ഭക്ഷണം ശീലമാക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിശീലനങ്ങളൊന്നും ആയിക്കോട്ടെ, പരീക്ഷണങ്ങളെങ്കിലൊക്കെ ആയിക്കോട്ടെ. അല്ലാതെ ആടാനും പാടാനും മാത്രമുള്ളതാണ് നവരാത്രി. അങ്ങനെ നമ്മൾ ധരിച്ചു വെച്ചാൽ ആടാനും പാടാനുള്ള 9 ദിവസം അല്ല. മറ്റ് സംസ്ഥാനക്കാർക്കൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ 4 നവരാത്രി ഉണ്ട്. 4, അതായത് ഓരോ ഇതിലും മാറുമ്പോൾ, അതായത് 3 മാസം കൂടുമ്പോൾ അവർക്കൊരു നവരാത്രി ഉണ്ട്. 9 ദിവസം വ്രതാചരണമാണ്. 3 മാസത്തിനിടയ്ക്ക് 9 ദിവസം വ്രതാചരണം. നമുക്ക് വ്രതമില്ലാത്ത ദിവസം ഉണ്ടോ? ഏകാദശിയൊക്കെ നോക്കാറില്ലേ? പിന്നെ കലണ്ടറിൽ നോക്കാറുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഏകാദശി നോക്കണത്. കണ്ണോണ്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഈ നോൽക്കുക എന്നുള്ളതിന് നോക്കുക എന്ന് പറയില്ല. ഈ വള്ളുവനാടൻ രീതി അനുസരിച്ച് ചില അക്ഷരമൊക്കെ വിഴുങ്ങും. ആ കൂട്ടത്തിൽ നോൽക്കുക എന്നുള്ളത് നോക്കലായി. ഇപ്പൊ ഏകാദശി നോക്കും, പ്രദോഷം നോക്കും, ഷഷ്ടി നോക്കും, എല്ലാം നോക്കും നമ്മൾ. ഇതൊക്കെ അഥവാ ഉണ്ടെന്ന് പുറത്തേക്ക് പറയാൻ മടിയാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ സനാതന ധർമ്മത്തെ ഇല്ലാണ്ടാക്കാൻ നടത്തിയല്ലേ. എന്നിട്ടോ വേറെ ആരുടെങ്കിലും വ്രതം കണ്ടാൽ എന്താ സന്തോഷം അറിയോ? ഔ, എന്താ അവരുടെയൊക്കെ ഒരു സുഖം, എന്താ വ്രതത്തിൻ്റെയൊക്കെ ഒരു മഹിമ. ഇവിടെ വ്രതം ഇല്ലാത്തൊരു ദിവസം ഇല്ല. ചെയ്യാത്തതിനാര് പിഴച്ചു? അത് വളരെ കൃത്യമായിട്ട് വ്രതാചരണങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. അല്ലേ? പകലുറങ്ങരുത്, പകലും രാത്രിയും ഒക്കെ പാലിക്കേണ്ട ചില ശുദ്ധികളുണ്ട് ഇതിനോടനുബന്ധിച്ച്, അല്ലേ? അങ്ങനെ കൃത്യമായ ശാസ്ത്രീയമായ വ്രതാചരണം. ഇതൊന്നും സമാജത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. കാരണം എന്നാലല്ലേ മറ്റേ ഇതിലൊക്കെ വരുള്ളൂ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരണമെങ്കിൽ. ഞാൻ വേറെ ഏതെങ്കിലും ചെയ്യാനുള്ള പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയാവില്ല. നേരെ കുറച്ച് മനുഷ്യൻ പട്ടിയെ കടിച്ചാലോ? ഒരു മനുഷ്യൻ പട്ടിയെ പിടിച്ച് കടിച്ചു നോക്കൂ, BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. എനിക്ക് വേണ്ടത് ലൈക്കാണ്, എനിക്ക് വേണ്ടത് ഷെയറാണ്, എനിക്ക് വേണ്ടത് അല്ലേ വ്യൂവേഴ്സ് ആണെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ശാസ്ത്രീയമായ വ്രതാചരണം അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്താലല്ലേ നമുക്ക് പുറത്തേക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കേണ്ട കാലമാണിത്. അപമാനം തോന്നേണ്ട സമയമല്ല ഹിന്ദുവാണ് എന്നതുകൊണ്ട്, അഭിമാനം തോന്നേണ്ട സമയമാണ്. ലോകത്തെ ഒന്നായി കാണാൻ നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ലോകത്തെ ഒന്നായി കാണാൻ വിശ്വാസത്തിന്റെ പേരിൽ തരംതിരിക്കാതിരിക്കാൻ നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കാൻ നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. എവിടെയോ കിടക്കുന്ന സ്വർഗത്തിന് വേണ്ടി ഭൂമി നരകമാക്കി മാറ്റാതിരിക്കാൻ നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്തിന്റെ പേരിൽ അപകർഷതാബോധം എടുക്കുന്നത്? അതുകൊണ്ട് അഭിമാനത്തോടുകൂടി നമ്മുടേതായ കാര്യങ്ങൾ ലോകത്തിന് കൊടുക്കുക. ആ കൊടുക്കുന്നതിൻ്റെ ആദ്യപടി ഒന്നിച്ചു നിൽക്കുക. ജാതി പലതാകാം, രാഷ്ട്രീയം പലതാകാം, പ്രദേശം പലതാകാം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. രാഷ്ട്രീയം ഇല്ലാത്ത ആരെങ്കിലും മലയാളിയുടെ ഇടയിലുണ്ടോ? പക്ഷെ അവരൊക്കെ അവരുടെ ഒരു കാര്യം വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്നു. നമ്മളോ ഒരു കാര്യത്തിലും എതിർപ്പില്ല. ഉണ്ടോ? ശവസംസ്കാരം ഇങ്ങനെ നടത്തിയാലും വേണ്ടില്ല, അങ്ങനെ നടത്തിയാലും വേണ്ടില്ല. കാതുകുത്തി ഇങ്ങനെ നടത്തിയാലും വേണ്ടില്ല, ചരട് കെട്ട് അങ്ങനെ നടത്തിയാലും വേണ്ടില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കും. ഒരു എതിരഭിപ്രായവും നമുക്കിടയിലില്ല. ഒരു ശ്മശാനത്തിൽ കിടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ?
ഒരമ്പലത്തിൽ പോയി തൊഴാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരേ അമ്പലത്തിൽ നിന്ന് നാക്കിൽ അന്നം തേക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരേ നവരാത്രി ദിവസം ഒരേ ആചാര്യന്റെ മടിയിലിരുന്ന് ഹരിശ്രീ ഗണപതിയെ നമാന്ന് എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ നമുക്ക്? എന്നിട്ടും നമ്മൾ പറയണം നമുക്ക് ഉച്ചനീചത്വമുണ്ട്, നമ്മൾ വേറെയാണ്, പലതാണ് എന്ന് പറയുന്നു. നമുക്കാകെയുള്ള വ്യത്യാസം ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിൽപ്പെട്ട് നമ്മളല്ലാതായി മാറിയിരിക്കുന്നു. ബാക്കി ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നമുക്കില്ല. ഗുരുവായൂർ ചെന്ന് തൊഴുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കണോ നായരാണോ, പിന്നിൽ നിൽക്കണം പലയനാണോ, ഇടത്ത് നിൽക്കണോ മറ്റേ നമ്പൂതിരിയാണോ, വലത്ത് നിൽക്കണോ നായാടിയാണോ, ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ നിൽക്കണത്? അവിടെ കൂത്തി തിരക്കിയിട്ട് ഒറ്റ പൊക്കല്ല ജീവൻ കിട്ടിയ നല്ല കാലത്തിൽ ഹർഷ ഗുരുവായൂരപ്പ അല്ലേ, മൂക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് കാട്ടാൻ പറ്റിയ ശ്വാസം കിട്ടിയിരുന്നല്ലോ എന്നുള്ള നിലയ്ക്കാണ് ഉയരുള്ളവർ രക്ഷപ്പെടും. മൂക്ക് പുറത്തേക്ക് കിട്ടും. ആ തിരക്കിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജാതി പ്രശ്നമാണോ? അല്ലല്ലോ. പിന്നെ എന്ത് ജാതി ഭ്രാന്തി ഉണ്ടെന്നാണ് നമുക്കിടയിൽ പറയണത്? പിന്നെ എന്ത് വ്യത്യാസം ഉണ്ടെന്നാണ് നമുക്കിടയിൽ പറയണത്? ആ തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ നൂറുകണക്കിന് ഭൗതിക ശരീരങ്ങളായിരുന്നു കൊണ്ടുവന്ന് ദഹിപ്പിച്ചിരുന്നത്. അവിടുത്തെ അവസാനം കേസ് കൊടുത്തു. ഞങ്ങൾക്ക് ഇത്രയും ശവം ഇവിടെ വരരുതേ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. പിന്നെയാണ് ചെറിയൊരു നിയന്ത്രണം അവിടെ വെച്ചത്. അവിടെ ചെന്ന് കിടക്കുമ്പോൾ അയ്യോ ഇന്നലെ ഇവിടെ ഇപ്പം ആരെ ദഹിപ്പിച്ച് അല്ലേ, അവരോട് ചോദിക്കാതെ ഇന്നലെ ഇവിടെ ചിലപ്പോൾ 3 ദിവസം മുമ്പ് ദഹിപ്പിച്ചിട്ടുണ്ടാവും, 3-ാം ദിവസത്തേക്ക് അസ്ഥിയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ തന്നെ അല്ല ഇവിടെ ഇപ്പം ആരെ ദഹിപ്പിച്ച്, നമ്പൂരിയാണോ നായരെയാണോ പൊലയനെയാണോ പറയാനാണ് ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത്തരം ഭേദങ്ങളൊന്നും നമ്മുടെ ഇല്ല. ആ രാഷ്ട്രീയമായ ചില കെട്ടുപാടുകൾ നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതയൊന്ന് മാറ്റി വെക്കുക. തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം, ആരുടെ പ്രകടനത്തിൽ വേണമെങ്കിൽ പോവാം. പക്ഷെ അതിനപ്പുറമാണ് മതവിശ്വാസം, അതിനപ്പുറമാണ് സനാതന ധർമ്മത്തിന്റെ ആചാരങ്ങൾ, സനാതന ധർമ്മത്തിന്റെ അനുഷ്ഠാനങ്ങൾ. ഇത് ലോകത്തിന് കൊടുക്കാൻ ഈ ക്ഷേത്രം മാതൃകയാകണം എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. വലിയ വലിയ കാര്യങ്ങൾ പ്രഭാഷണം നടത്താൻ എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും അല്ലേ? നിങ്ങളോടൊക്കെ ഒരു പ്രസംഗ മത്സരം വെച്ചാൽ ഇതേ പരം കാര്യങ്ങൾ നിങ്ങളൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ട് വരും. പക്ഷേ അതുകൊണ്ടൊന്നും ലോകത്തിനൊരു കാര്യം ഉണ്ടാവില്ല. 1000 ടൺ ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല, അരക്കഴഞ്ഞ് പ്രവൃത്തിയുടെ കാര്യമില്ല. 1000 ടൺ ഉപദേശം കൊടുക്കാം, കാര്യമില്ല, അരക്കഴഞ്ച് പ്രവൃത്തി. അപ്പോൾ ഹിന്ദുമതം അതാണ്, ഹിന്ദുമതം ഇതാണ്, ഹിന്ദുമതം അങ്ങനെയാണ്, ഹിന്ദുമതം ഇങ്ങനെയാണ്. ഇത് നമ്മൾ പറയല്ല വേണ്ടത്, നമ്മളെ അനുഭവിച്ചറിയട്ടെ. അതിനുള്ളൊരു മാതൃകയായി കടന്നമണ്ണ ഈ പ്രദേശമാണ്. ഈ പ്രദേശത്തിനതൊരു അല്ല മറ്റേ കടന്നമണ്ണയല്ലല്ലോ, അത് അപ്പുറത്താണല്ലോ അല്ലേ, അതെന്താണ് ആയിരുന്നമ്മ പ്രദേശം മാതൃകാ ഹൈന്ദവ ഗ്രാമമായിട്ട് മാറി. എന്താണ് സനാതന ധർമ്മത്തിന്റെ ഐക്യം, എന്താണ് സനാതന ധർമ്മത്തിന്റെ ശുദ്ധി, എന്താണ് സനാതന ധർമ്മത്തിന്റെ അനന്തമായ സാധ്യതകൾ, ഇതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകാ ഗ്രാമമായിട്ട് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കും. കൊച്ചു കുട്ടികൾ വരെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ. നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് അരുതായ്മകളിലേക്ക് പോകുന്ന കുട്ടികൾ ഇനി ഉണ്ടാകരുത്. അത് ആ ഉത്തരവാദിത്വവും ക്ഷേത്രം ഏറ്റെടുക്കുക. വിലക്ക് ഈ അമ്പലത്തിൽ ആരും മദ്യപിക്കരുത്, ഇവിടെ ആരും മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് എഴുതി വെക്കാനൊന്നല്ല പറയണം കേട്ടോ. അതിലേക്ക് പോകാത്ത വിധത്തിൽ മറ്റ് കാര്യങ്ങൾ അവരെ സജീവമാക്കുക, സക്രിയമാക്കുക. മതപരമായ കാര്യങ്ങളിൽ ആത്മീയമായ ഉണർവിൽ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുക. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആഹാരമാകാം, ജീവിത രീതിയാകാം. ഏതിലൊക്കെ മാറ്റം വരുത്തിയാലാണ് നമ്മുടെ അടുത്ത തലമുറ നശിക്കാതിരിക്കുക എങ്കിൽ അത്തരം എല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്രം ഒരു മാതൃകയായി മാറട്ടെ. അങ്ങനെ ഓരോ പിറന്നാളുകളും നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമുള്ള സന്ദർഭമായി മാറട്ടെ. അതിന് ധർമ്മരക്ഷ എൻ്റെ കടമയാണ്, ഞാൻ അവതരിച്ചു കൊള്ളാം എന്ന് വാക്ക് തന്ന ഭഗവാൻ നമ്മളിലൂടെയൊക്കെ അവതരിക്കട്ടെ. നമ്മുടെ കൈകൾക്ക് ആ ഭഗവാൻ കരുത്തായി മാറട്ടെ. നമ്മുടെ ബുദ്ധിക്ക് ആ ഭഗവാൻ കൂടുതൽ തെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.